ന്യൂസ് കൊടുക്കാനായിട്ടുള്ള? So shall we start? Prayer പാടുന്ന ലേഡി എത്തിയിരുന്നൊന്ന് കൺഫേം ചെയ്തോളൂ. എത്തിയിട്ടുണ്ട്. ഉണ്ട്. Okay. So we'll go ahead. Asha, start. Okay. Doctors രണ്ടുപേരും. We're going to start. Okay. A warm good evening to the President of today's meeting, Mr. Shaul Hamid, the President of Middle East Region, the guest of honor, Mr. Johnny Kurwila, WMC Global President, other speakers for the day, Dr. Jones KURIAN and Dr. R.EJI Jacob, other distinguished leaders of the global region and the other provinces, members and the other guests who have joined from different parts of the world, extending a warm welcome to this informative and enlightening session. When wealth is lost, nothing is lost. But when health is lost, something is lost. Today, I would like to rephrase it as, when health is lost, everything is lost. Keeping this in mind and the unprecedented times that we are going through, the Middle East Health Forum has organized an informative and interactive session on the new UK variant virus, COVID vaccines, and the other queries we all have with respect to the virus that has literally shaken this world. It is my honor to be the host for today's program, Asha Charles, a teacher by profession and also a member of the Women's Forum, Dubai Province. It is my privilege and my pleasure to extend a hearty welcome to the two eminent doctors who have joined us today. Dr. Jones KURIAN, who has joined from London, and Dr. R.EJI Jacob, the Health Forum Chairman of the Middle East region, and also the President of the WMC Ras Al Khaimah Province in the UAE. Without further ado, let us move to the much awaited sessions. നമുക്ക് പ്രാർത്ഥനാ ഗാനത്തോടെ തുടങ്ങാം. അതിനായി ഒമാൻ പ്രൊവിൻസിൽ നിന്നുള്ള അമിന സജീദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹായ്, ഞാൻ പറയുന്നത് കേൾക്കാലോ അല്ലേ? സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലം മഹീനനായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബി അല്ലാഹും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദീപ്തമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. Thank you. Unmute. Asha, unmute. സ്വാഗത പ്രസംഗത്തിനായി മിസ്റ്റർ സന്തോഷ് കേട്ടേത്ത്, ജനറൽ സെക്രട്ടറി, മിഡിൽ ഈസ്റ്റ് റീജിയനെ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you, Asha. A very good afternoon. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.
വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ ഹെൽത്ത് ഫോറം സംഘടിപ്പിക്കുന്ന ഈ വെബിനാറിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ എല്ലാ അഭ്യുദയകാംക്ഷികളെയും സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. റീജിയൻ പ്രസിഡന്റും ഈ യോഗത്തിന്റെ അധ്യക്ഷനുമായ ശ്രീ എം ഷാഹുൽ ഹമീദിനെ ഞാൻ ഈ യോഗത്തിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ഹെൽത്ത് ഫോറം ചെയർമാനും ഈ യോഗത്തിൽ സ്പീക്കറുമായ റാസൽ ഖൈമ പ്രോവിൻസ് പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ റെജി കെ ജേക്കബ്, നമ്മുടെ ചീഫ് ഗസ്റ്റും സ്പീക്കറുമായ ഡോക്ടർ ജോൺസ് കുര്യൻ. അദ്ദേഹം എന്റെയും എൻ്റെ പാർട്ട്ണർ സലാമിന്റെയും വളരെ അടുത്ത സുഹൃത്താണ്. ലണ്ടനിൽ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് പെയിൻ മാനേജ്മെന്റ് ആണ്. അത് പലരും ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഈ ക്രോണിക് പെയിൻസ്, മുട്ടുവേദന, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് വലിയ സൊല്യൂഷൻസ് ഉണ്ട്. അദ്ദേഹം വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS-ന് ഗോൾഡ് മെഡൽ വാങ്ങിച്ച് പാസ്സായ ഡോക്ടറാണ്. അദ്ദേഹത്തിനെയും ഞാൻ സ്നേഹപുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജോണി കുരുവിള, ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ AV അനൂപ്, അഡ്വൈസറി ബോർഡ് ചെയർമാൻ ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, സെക്രട്ടറി ജനറൽ ശ്രീ CU മത്തായ്, ഗ്ലോബൽ VP അഡ്മിൻ ശ്രീ TP വിജയൻ, ഗ്ലോബൽ VP റീജൻ ശ്രീ വർഗീസ് പനക്കൽ, ഗ്ലോബൽ ജോയിന്റ് സെക്രട്ടറി ശ്രീ ജോണിക്കുട്ടി, മിഡിൽ ഈസ്റ്റ് റീജിയന്റെ ചെയർമാൻ ശ്രീ TK വിജയൻ, മിഡിൽ ഈസ്റ്റ് റീജിയൻ ട്രഷറർ എൻ്റെ സുഹൃത്തുമായ ശ്രീ രാജീവ്, മിഡിൽ ഈസ്റ്റ് റീജിയൻ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ഷീല റെജി, വൈസ് ചെയർമാൻമാരായ ശ്രീ ജോയ് തണങ്ങാടൻ, ശ്രീ ഉണ്ണികൃഷ്ണൻ, VP അഡ്മിൻ ശ്രീ വിനീഷ് മോഹൻ, VP ഓർഗനൈസേഷൻ JN വടക്കേ വീട്ടിൽ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ, റീജിയൻ സെക്രട്ടറി ശ്രീ CA ബിജു, റീജിയൻ വിമൻസ് ഫോറം പ്രസിഡന്റ് ശ്രീമതി എസ്തർ ഐസക്, സെക്രട്ടറി ശ്രീമതി റാണി ലിജേഷ്, ട്രഷറർ ശ്രീമതി സ്മിത ജയൻ, യൂത്ത് ഫോറം പ്രസിഡന്റ് ശ്രീമതി രേഷ്മ റെജി, സെക്രട്ടറി ശ്രീ ജോജോ ജോസഫ്, വേൾഡ് മലയാളി കൗൺസിലിന്റെ മറ്റ് 5 റീജിയനുകളിൽ നിന്നും, ഇന്ത്യ റീജിയനിൽ നിന്നും വന്നിട്ടുള്ള ശ്രീ രാമചന്ദ്രൻ പേരാമ്പ്ര, മറ്റ് ആരെല്ലാം വന്നിട്ടുണ്ടെന്ന് എനിക്ക് കാണാൻ സാധിച്ചില്ല. പങ്കെടുക്കുന്ന ഇന്ത്യ റീജിയന്റെ എല്ലാ ഒഫീഷ്യൽ ഭാരവാഹികൾക്കും, അമേരിക്ക റീജിയനിൽ നിന്നും, ഫാർ ഈസ്റ്റ് ആൻഡ് ഓസ്ട്രേലിയ റീജിയനിൽ നിന്നും, യൂറോപ്യൻ റീജിയനിൽ നിന്നും, ആഫ്രിക്ക റീജിയനിൽ നിന്നും പങ്കെടുക്കുന്ന എല്ലാ റീജിയണൽ ഭാരവാഹികൾക്കും, അംഗങ്ങൾക്കും, കുടുംബാംഗങ്ങൾക്കും സ്നേഹപുരസ്സരം ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Acha, keep on unmute. You don't have to mute. Sorry for that delay. യോഗാധ്യക്ഷൻ മിസ്റ്റർ ഷാഹുൽ ഹമീദിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. Mr. Shahul Hamid, WMC Middle East Region President. ഷാഹുൽ കൺമുടി ചെയ്തോളൂ. കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റുകളായിട്ടുള്ള ഡോക്ടർ ജോൺസ് കുര്യൻ, ഡോക്ടർ റെജി ജേക്കബ്, ഗ്ലോബലിലെ റീജിയനിലെയും പ്രൊവിൻസിലെയും വേൾഡ് മലയാളി കൗൺസിലിന്റെ
എല്ലാ ഭാരവാഹികൾക്കും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം നമ്മളെ ജനറൽ സെക്രട്ടറി ആൾറെഡി എല്ലാവരുടെയും പേര് പറഞ്ഞു. അതുകൊണ്ട് അത് പേരെടുത്ത് പറഞ്ഞ് വീണ്ടും സമയം കളയുന്നില്ല. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പേരെടുത്ത് പറയേണ്ട ഒന്നാന്ന് പറയുന്നത് നമ്മുടെ KKGMSന്റെ പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ജേക്കബ്. അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടുത്തെ ഡോക്ടേഴ്സ് സംഘടനയുടെ KKGMSന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഞാൻ നമ്മുടെ ജനറൽ സെക്രട്ടറി സ്വാഗതം, അദ്ദേഹത്തിനെ കണ്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിനെയും കൂടെ ഞാൻ ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും വളരെ ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായുള്ള ഒരു മീറ്റിംഗ് ആയതുകൊണ്ടാണ് നമ്മുടെ ഡോക്ടർ റെജി കെ ജേക്കബ് തന്നെ ചെയർമാനായിട്ടുള്ള ഹെൽത്ത് ഫോറത്തിന്റെ കീഴിലാണ് ഇന്നത്തെ നമ്മുടെ ഈ COVID-19 നമ്മളെ പ്രത്യേകിച്ച് ലണ്ടനിലെ ജനിതക മാറ്റം വന്ന വൈറസും അതുപോലെ പ്രതിരോധ കുത്തിവയ്പ്പും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്നിവിടെ ഒരു ചർച്ച നടത്തുന്നത്. പ്രഗത്ഭരായ 2 ഡോക്ടർമാരാണ്. ഡോക്ടർ ജോൺസ് കുര്യൻ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇന്റേണൽ മെഡിസിനിലും അതുപോലെ ന്യൂറോളജിയിലും, അതുപോലെ നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ അദ്ദേഹം വേറെ ഇതിന്റെ ഈ പെയിൻ മെഡിസിനും എല്ലാം വൈദഗ്ധ്യത്തിന്റെ ഡോക്ടറാണ്. തീർച്ചയായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ ഇന്ന് നമ്മളെ എല്ലാവരും ഈ വെബിനാറിൽ സംസാരിക്കും. അതുപോലെ ഡോക്ടർ റെജി ജേക്കബ് ആണെങ്കിലും ഇന്റേണൽ മെഡിസിനിലും അതുപോലെ റെസ്പിറേറ്ററിയിലും ഡയബറ്റിക്സിലെല്ലാം പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെയും ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകിച്ച് ഇന്ന് എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത് കോവിഡ് തന്നെ വാക്സിനേഷൻ തന്നെ പല രീതിയിൽ ഇവിടെ ഉണ്ട്. അതിൽ ഏത് വാക്സിനേഷനാണ് നല്ലത് എന്ന് പല ആൾക്കാർ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ വാക്സിനേഷൻ എടുത്തതിന് ശേഷം പല ആൾക്കാർക്കും ഈ കോവിഡ് എന്ന് പറയുന്ന ഈ അസുഖം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് പലർക്കും ഇത് ആദ്യം നമുക്ക് ഈ കോവിഡ് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഭീതിയും ഒക്കെ ആൾക്കാർക്ക് മാറിക്കഴിഞ്ഞു. കാരണം കഴിഞ്ഞ 11 മാസമായിട്ട് നമ്മളെ ഏകദേശം ഒരു 90% ആൾക്കാരും ഒന്നുകിൽ കോവിഡ് വന്നു അല്ലെങ്കിൽ കോവിഡ് വന്ന രോഗികളോട് എല്ലാം നമ്മൾ അങ്ങനെ ഒന്നിച്ച് ജീവിച്ചു പോകുന്നത് കൊണ്ട് ആ ആദ്യകാലത്തുള്ള പേടിയെല്ലാം നമുക്ക് എല്ലാവർക്കും മാറി കഴിഞ്ഞു. എങ്കിൽ തന്നെ ഇന്ന് ആൾക്കാരിലുള്ള പേടി എന്ന് പറയുന്നത് ഇത് വാക്സിനേഷൻ. അത് വാക്സിനേഷൻ UAE സംബന്ധിച്ചോളം, ഞങ്ങളെ മിഡിൽ ഈസ്റ്റിലെ UAE സംബന്ധിച്ചോളം വളരെ ഭാഗ്യമുള്ളവരാണ്. കാരണം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 59.12% വാക്സിനേഷൻ, അതായത് വേൾഡിലെ ഇസ്രയേൽ കഴിഞ്ഞാൽ UAE ആണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 59.12% ആൾക്കാർക്ക് ഇവിടെ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ വാക്സിനേഷൻ എടുത്തുകൊണ്ടുള്ള നേട്ടങ്ങൾ അത് ഡോക്ടേഴ്സ് കൂടുതൽ പറയും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് വാക്സിനേഷൻ എടുത്തിട്ട് പല ആൾക്കാർക്കും കോവിഡ് വരുന്നുണ്ട്. ആ വക വിഷയങ്ങളെ കുറിച്ചൊക്കെ നമ്മളെ 2 പേരും സംസാരിക്കും. അപ്പോൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ എല്ലാവരും വാക്സിനേഷൻ എടുക്കണം. വാക്സിനേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിരോധ ശക്തി നമുക്ക് ഉണ്ടാക്കാവുന്ന മാത്രമല്ല മറ്റുള്ളവരിലേക്ക് ഈ രോഗം പടരാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് സഹായിക്കുവാൻ സാധിക്കും. അതാണ് നമുക്ക് ഏറ്റവും ഈ സമൂഹത്തിനോട് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പ്രതിബദ്ധത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരിക്കൽ നമ്മൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ ഒരിക്കലും ഒരു ഓക്സിജനോ അല്ലെങ്കിൽ വെന്റിലേറ്ററിലോ പോകുന്ന ഒരവസ്ഥ ഒരു രോഗിക്ക് പോലും വന്നതായിട്ട് ഇതുവരെ തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും വാക്സിനേഷൻ എടുക്കാൻ അവസരം ഉള്ളവർ എല്ലാവരും വാക്സിനേഷൻ എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധശക്തി നമുക്ക് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനെയും അതുപോലെ സമൂഹത്തിനെയും മറ്റുള്ള ആളുകളിലേക്ക് ഒരു സമ്പർക്കത്തിൽ കൂടിയുള്ള ഈ അസുഖം ഉണ്ടാകാതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ആരോഗ്യപരമായ ചർച്ച നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. Thank you, Mr. Shahul Hamid. Among the attendees, I can see Mr. Somin Baby, a very senior member of the WMC Global Region from the Dubai province, from Bahrain province. Sir, hearty welcome to this program. A few words about the 2 speakers who have joined us today. Dr. Jones Kuryaan, he currently practices at the Gatwick Park Hospital. He has a strong background in internal medicine and neurology. He's also a consultant anesthetist with special interest in pain medicine. It is an honor to have Dr. Jones joining us to share his expertise on COVID-19 and its variants. It is also my pleasure to introduce Dr. Reji K. Jacob.
who does not need much introduction as he's already is one of the WMC family members. Dr. Reggie has specialized in internal medicine, respiratory medicine, diabetes, and he's a specialist in treating snake bites. As mentioned before, the two renowned doctors will be sharing the nuggets of wisdom to throw light on the various aspects of the COVID-19 infection, the variants, the vaccines, and above all, how to protect ourselves from its clutches. Dr. Jones, the floor is yours. We are eagerly waiting to hear the pieces of information that you have got to share with us today. Over to Dr. Jones KURIAN. Okay, thank you very much for the kind introduction. And thank you for inviting me for this presentation when Santosh asked me a couple of days back. I agreed to do this. Now, I'm not an expert on virology or vaccinations, but I do keep abreast of all the the advances that are happening. So I'm planning to do two very short sessions. The first one is about viruses, because it's a kind of scientific stuff I'm talking. It's very difficult to talk in Malayalam, but questions and things I can answer in Malayalam. So a brief introduction about viruses. Okay, now, viruses are very small infectious particles. So it's got a protein coating, and inside the virus you have some genetic material. They are not free living particles, they are just chemicals. So they need a live animal or human being to survive and reproduce. So viruses can be made either DNA or RNA. Then you have a capsule which is made out of protein. So it's called a nucleocapsid. So this is the picture which shows the membrane. There are proteins sticking out like spikes. And inside you have the encoded virus. And the various shapes. So, so this is kind of a brief sketch about what the virus does. It goes and attaches to receptors on our cells, enters the cell. It unpacks itself, leaving the messenger RNA, the DNA or RNA inside, which then makes proteins and subsequently makes more virus particles. So it enters, uncoats, goes into the nucleus, integrates into the host DNA, and then makes more viruses. Now, viruses can cause death of the cell. It can stay in the body for a long time. And it can just stay latent for a long time and then come out as an infection. Now, when a virus enters the body, you have two types of response from the body's immune system. So you have cell-mediated immunity. So you have B cells, T cells. So the T cells actually attacks the cells which are infected by the viruses and destroys it. Antibodies are made by the B cells. They are important in protection from repeated exposures. So usually
when you get infected, you have an acute infection. It can go on as a persistent infection, or it can remain as a latent infection. So that is the first bit of my talk. Now I go on to the important bit. Now, about a year back, no, we almost lost a year, it is 2020, when this virus appeared from nowhere and then started the infections in China. And within a few months, this virus spread all over the world, causing a pandemic. To call an infection a pandemic, almost all the countries in the world has to have this infection, which is the case now. Now, when you have viruses, several types of infections are there. So if you have a very strong virus which kills people, then it usually won't cause a pandemic, because the infected people or animals will die and the virus will die with it. But viruses like cold virus, flu virus, these viruses usually cause very mild infections and does not harm the host or the persons infected. Hence, there's a chance of spreading. So as the number of viruses increase or the viruses starts multiplying, mutations happen. Mutations are changes in the genetic material. And fortunately for this COVID-2, or what we call COVID-19 virus, the rate of mutations are quite low, because it took almost a year to find new variants of this virus. So like I said before, as more humans become infected, there are more chances for this virus to mutate. So currently, about 100 million people are infected with the COVID-19. The true number may be higher because, not all the countries are carrying out tests, and there are a lot of people with asymptomatic infections. So each of these people who is carrying the virus, there is an opportunity for mutation. That's why we must, and the governments should take whatever needs to be done to reduce the transmission. So this is kind of a pictogram of the COVID virus. So this virus has got spikes coming out of it. They are called spike proteins. They bind to the human cells, which has got angiotensin converting enzyme receptors. They bind to it and then they enter the viruses, like I said before. So when you have antibodies, they bind to these spike proteins and prevents the viruses from attaching to the receptors. So, but when there is a mutation and when there are variants, the mutations we know are happening now on the spike proteins. As you can see on top, it's like a Lego model. So you have one spot, and on the bottom you have two spots. So the antibodies actually find difficult to attach to the virus. So when a virus mutates, it can affect the transmissibility of the virus. As we know, the South African variant virus and the UK variant virus has got 70% more transmissibility rate compared to the previous
virus, the first virus. It might actually affect the effectiveness of the COVID-19 test. It could affect our immune response to the virus, or it might cause humans to develop severe disease. So if it is more transmissible, it can infect more people. If it evades the immune response, it can actually reinfect people who have already been infected or vaccinated. And if the virus is acquiring both these properties, then it is actually a cause for concern. So you have now mainly 3 global variants. So England, South Africa, and Brazil. These names are actually unhelpful because viral evolution, it's happening everywhere. And you cannot blame these countries for the emergence of these particular mutations. And only countries who have got the facilities to detect these mutations, that's what we are finding out. These are quite expensive and complicated tests to find these mutants. So, we don't know. So anyway, the variant which was first detected in England, it was detected last November. It is supposed to be 70% more transmissible. But fortunately, now we are getting vaccinated. And most of the vaccines are really effective against the UK variant. This has now been reported in 64 other countries as well. Now from this mutation, now I'm just going to the vaccine. So there are different types of vaccines. So you have a DNA-based vaccine. These are developed by taking synthetic DNA of the virus genes, and then they are used as vaccines. So when they are given to the patients or healthy individuals, the cells take this inside and then make proteins which are recognized by the immune system and makes antibodies. So these are actually not that much in use. It's being developed by Sanofi and Inovio. The majority of the vaccines now available in the market are what we call RNA vaccines. They use a messenger RNA sequence, and this, when it is introduced into the body, it triggers an immune response and antibodies. So this is Pfizer and Moderna. These are the main 2 vaccines which are actually licensed for use now. Some vaccines use the inactivated virus. They take the coronavirus itself, which has been killed, and then injected. So the main one of that is the Sinovac or the Chinese vaccine. I think in Dubai, they were using Sinovac. Then you have viral vector vaccines. So they take a harmless virus and introduces bits of the coronavirus into it. And when it is administered, it again triggers an immune response. So you have AstraZeneca and Johnson, as well as the Russian vaccine Sputnik. So they are using adenoviruses. The other vaccines which you can use are subunit vaccines and live attenuated vaccines, but they are all in the development, not yet available. So these are how you compare some of the COVID vaccines. So you have Pfizer, BioNTech. It's an RNA vaccine, need 2 doses, 90% effective, they say. Moderna, RNA vaccine, 2 doses, 95% response. Oxford, AstraZeneca, they use a viral vector,
2 doses, they say maybe 60 to 80% effective. Then you have Camellia or the Sputnik 5 Russian vaccine. It's a viral vector, 2 doses. And actually, even though in the Western world, they look down upon Chinese and Russian vaccines, but research studies have been published in good journals like Lancet. It shows more than 90% effect with the Sputnik 5 vaccine. Now, there are lots of fake news going around about vaccines. People are always looking for information, and you have the WhatsApp, Facebook, Google universities who are making out a lot of fake news, thus causing fear among people and who are refusing vaccination. Now, these are the facts which I have gleaned from the scientific literature. All the vaccines which are currently in use, they were all very rigorously tested and they are all found to be safe. The messenger RNA technology, it's been used for Pfizer as well as Moderna. That's been in use for more than 10 years. And they have been tested very rigorously, and the clinical trials have shown safety and efficacy. Now, these vaccines have no effect on the recipient's genetic material. This has been one fake news has been going around saying, oh, this is genetic material. If you administer it, it will get inside our own cells and change our genetic profile. That's very, very wrong. So they are only used by the body to manufacture the protein which the body recognizes as not belonging to us, and then it will make a strong immune response. And these molecules actually degrade very quickly, so they don't remain in the body. They cannot give you COVID, the vaccines, because they don't contain any active viral material. So that's another fake news. I have had 1 dose of Pfizer vaccine. You can get very mild side effects, arm pain, aches, chills, fever, very short-lived to vaccination. And these are the usual healthy reaction to most of the vaccines. And they usually subside. I only got an achy arm for maybe that night. There are some serious side effects which are reported. Main one is what we call an allergic reaction or anaphylaxis, which can be potentially life-threatening. Now, the rates were 1 in 212,000 for the Pfizer vaccine and 1 in 400,000 for the Moderna vaccine. Next one, pregnant or breastfeeding women. So there's a fear that whether it's safe to administer this vaccine to this group of patients or healthy human beings. Now the Center for Disease Control, they say the pregnant or breastfeeding patients can choose to have the vaccine. Even the problem was they were excluded from the initial clinical trials. So the WHO initially said only high-risk people should be vaccinated, but now this is reversed. And since the risk of COVID is greater in pregnant population, it's actually ideal for these people to have the vaccine. There is another story going around that the COVID vaccines might affect fertility, which is certainly not true. This originated because a short chain of amino acids share a protein which is present in the placenta.
However, research have shown that the similarity is too short to trigger an immune reaction. So there is absolutely no evidence of increased miscarriages or having problems getting pregnant with this vaccine. Next one is, if you have already had COVID, then they're not going to benefit from the vaccine. Not correct. The COVID-19 infection, people do make antibodies. They only last for about 2 to 4 months. So patients who have had COVID can wait for 90 days. But however, it's safe to get the vaccine as soon as the quarantine period has ended. There are a group of patients who have received as treatment monoclonal antibodies. They are asked to wait for 90 days before getting this vaccine. There are some questions about antibody tests. There are 2 types of tests for COVID virus infection. First one is a viral test called PCR test using a nasal and throat swab. So that will tell you if you have coronavirus infection. Now I'm getting a test every week. An antibody test will tell you if you had coronavirus in the past. There has been confusion because people have vaccines, then they go and get an antibody test, particularly in Dubai. It's very difficult to get an antibody test here. And then they find there's no antibody. Now, the antibody tests which are currently available and widely used do not detect the type of antibodies produced by current COVID vaccines. So there is nothing to worry about it, even if you don't see an antibody response using the currently available tests. This can, of course, change in the future because they will be developing newer antibodies. So just a word about the vaccine-induced seropositivity. So most vaccines will cause the body to make antibodies. If you get a COVID-19 vaccine, your body most likely develop antibodies. And some, the tests which are looking for coronavirus infection, currently used tests do not return a positive, might not return a positive response, but there's nothing to worry about it. Now, this is today's statistics from the UK. Yesterday, we had 323 deaths, new deaths. Totally now, we have reached 122,000 deaths, and you have a 2-month trend figure, which is actually showing the curve is going down. The total number of cases have reached 415,000 or a little bit more. And if you look at the trend last 2 months, it is going down. People in hospital, we have got 16,000 patients in hospital. It's 761 patients less than the day before. And 2-month trend is actually encouraging. The number of admissions are coming down. And we have now delivered more than 18 million units of first dose. Now, something about the number of doses. Now in UK, they are administering the second dose after 12 weeks. Initially, this was done, even though the recommendation was to give within 3 to 4 weeks after the first dose. But initially, this was done so that more people could be reached out and vaccinated. But further research has shown that even a single dose actually protects up to 85 to 90% of the
people who have received the vaccine. So that's good news. Now, these are the kind of alert levels which I used. So you have green going no longer present, 1, 2, low transmission, 3, virus is there, 4 is high transmission, and 5 is the main thing they are actually looking for is for the health services getting overwhelmed. So yesterday, the risk level has been lowered from 5 to 4, which is good news. Now, my slideshow has ended, but I just wanted to add something. I was talking to one of my colleagues who is an expert statistician, and I was asking him about what's going to happen, predictions. Now, it's very difficult to predict what's going to happen. But if you look at the science behind it, what he said was, if you look at flu, in the year 2000, the number of excess deaths due to flu in UK was 45,000. So in the year 2000, the government advised all the people over the age of 65 to get a flu vaccine. Now the flu vaccine, which is currently available, the efficacy is only 20% compared to the most of the COVID vaccines ranging from 60 to more than 90%. But in 2001, the number of excess deaths were 20,000. So what he is predicting, now we are going to open up schools middle of March. So he says you might see a little spike in the infections in April, mid-April or early May, because there'll be more social interactions as the parents and the children get out to go to the schools. But as the number of people who are getting vaccinated increases, the chances of people getting severe illness and then overwhelming the health service is going to come down dramatically. So even though the mutations and new variants occurring are a possibility, there's a lot of research going on in developing vaccines which are effective against these viruses as well. So overall, I will maintain cautious optimism, not me. Okay, so that's all I have to say. It's very difficult to cover everything. So I think I've covered what most of the important points which people are worried about, and I'm very happy to answer a few questions because I have to go to the hospital now. It's only a 5-minute drive, but so anybody has got any burning questions, I'll take maybe, and then they can email me and I might even rejoin once I reach the hospital. Thank you. Thank very you so for- much, Doctor, for the significant information that you have shared with us today. Here are a few questions here in the chat from the attendees. One of the questions is how frequently we have to take COVID vaccine. Okay. Now, as we speak, the current situation is you have 2 doses of the vaccine. Okay. There is a plan that you might need to take it every year, depending upon, because this is a new phenomenon. And people are actually looking at the antibody levels following the doses. So if the antibody levels are being maintained, then you might not need a booster. But otherwise, if the antibody levels taper off after a few months, then you might need a booster in the future. So, that is subject to interpretation, but it's a possibility. Thank you, Doctor. We have one more question here. Can a vaccinated person still spread the virus?
it is possible, because because most of the vaccinated people, if they still get COVID, it's very likely that they will be asymptomatic. So there's a chance that they might spread COVID to other people. So what is now the recommendation is, even if you have vaccine, even both doses, still we need to adhere to our, the hand hygiene, maintaining the social distance, wearing the mask. So that is going to continue for a while. So that's going to be the new norm, I think. Thank you for that reply too. We have one more question here, that there is an antibody test that is available after the 2 doses of vaccine. And if the antibody developed in the body is less, in that case, does the person have to go for a 3rd vaccine? That is a question that we have got here. Yeah. So far, nobody is recommending a booster dose. But the British scientists say that it's a possibility that you might need a booster dose come winter, maybe going down to December time. They might be offering a booster dose. But as we speak, no. Okay. Now we have a question from our global president. He says that you have commented just on Moderna, and Pfizer. What about Covishield or Covaxin? Because he's in India, so he has a concern regarding that. And he has added one more question, whether he can have alcohol after vaccination. So that also you have to reply. Of course. Alcohol is always recommended. Alcohol is always recommended, both for rubbing the hands and for drinking in moderate amounts. Because people who are alcoholics and with liver disease, they have more chance of getting severe infection or more severe symptoms. But there is not that much information available about our Indian vaccines as yet, because one of the vaccines apparently hadn't even finished their phase 3 trials, which one of the Indian-made vaccines. So that's why I didn't include that bit. So okay. I'm sure Thank more. You so much. Okay. So one more, last question here. This is from Mr. Jacob Alex. He's the president, Dubai province. He asks, if a person is vaccinated with 2 doses and after the 2nd dose, that is 20 days over, then why that person has to undergo again, another PCR test for traveling? See, that's all, there is a talk about developing what they call a COVID vaccine passport. Okay. So that if you have, just like yellow fever. Now, if you want to travel to certain African countries or South American countries, you have to have yellow fever vaccine. That's why I don't go to these places. But my daughter had yellow fever vaccine, and she has got this yellow booklet which contains the details of the vaccine and a seal, which is accepted by these countries. So there is a move towards promoting this, either a digital kind of document which shows that you are vaccinated against. Again, like I said, and we all know, as I said earlier on, there's no guarantee that you are not going to get even an asymptomatic infection. Okay, so that is why the governments, because it's very difficult to chop and change when certain restrictions are put on travel and rules are imposed. So I think it's a good idea to have PCR tests prior to traveling. I think it's a good idea because the risk of importing or exporting the newer variant viruses, they still remain high. So I think it's good to have PCR tests. I know it's expensive and difficult, but I think that is going to continue for a while. That's my
prediction. Okay, thank you, Doctor, for that piece of information too. We have one more question that has come in the group chat. Dr. Jones, does COVID have any relation to blood groups? Is it more severe for a particular blood group or not? There's a rumor going around like that, especially A positive. I have heard that it's severe. So what is your reply for that? I haven't heard any such rumors as we speak. I've gone through the literature quite carefully and nobody has. In scientific literature, it doesn't come out. People are looking at various things. See, if, initially people thought because it binds to the ACE2 receptor, and one of the medications we take for high blood pressure is a ACE inhibitor. So initially they said, oh, if you take ACE inhibitor, you have higher chance of getting COVID. And I take ACE inhibitor, and even I stopped because this was, it was not a rumor. There were some studies, but then they came out and said no need. It's just like taking ibuprofen. Ibuprofen. In France, they said if you take ibuprofen and you get COVID, you might get severe disease. But then later on, when more information came, they said it's all nonsense. So I don't think you have to worry if you're A positive or B positive or AB or O positive or negative. I don't think it has got any effect on it, as far as I know. So thank you for clarifying that out too. Thank you so much, Doctor. We know that you have a very busy schedule. May I now request Dr. Reji K. Jacob to take over. Over to Dr. Thank you Reji. so much. Could you please wait for some more time? I think Dr. Reji has something to ask you. Oh my God. Yeah, God. I'm sorry for that. Hello, Keko. Yeah, Keka. Yeah. Thank you, Dr. Jones, for your excellent presentation. I think you have, summarized everything in a nutshell, and most of the people must have understood all these problems. Okay. Thank you so much. Thank you. I just want to mention that I was also a victim of COVID, and I will share my experience. Maybe since you are, in an urgent meeting or something, they were telling. So I will just talk with the others. So I'll just continue, my experience, how I faced the COVID. Thank you so much for your time. Thank you so much. Thank you. Bye-bye. Thank you, Doctor. Thank you, Dr. Jones. Thank you, Doctor. Bye. Bye. Anything else? Yes. Carry on, Dr. Reji. Okay, Dr. Jones, I will like to talk in Malayalam. Most of the things I think, is because this is a World Malayali Council. Dr. Jones, viral topics, English അദ്ദേഹം പറഞ്ഞത് ഒരു നക്ഷറിൽ പറയുകയാണെങ്കിൽ വൈറസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതേസമയം ഒരു ബാക്ടീരിയ ആണെങ്കിൽ നമുക്കൊരു സാധാരണ മൈക്രോസ്കോപ്പിന്റെ അകത്ത് കാണാം. ഒരു വൈറസിനെ അതുപോലുള്ള ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കാണത്തില്ല. എന്ന് പറഞ്ഞാൽ അതിനെ ഒരു 10,000 ടൈംസ് എങ്കിലും മാഗ്നിഫൈ ചെയ്യണം. അപ്പൊ അതിന്റെ ആ സൈസ് സാധാരണക്കാർക്ക് മനസ്സിലാവും. അങ്ങനത്തെ ഒരു വൈറസ് ശരീരത്തിൽ കയറുമ്പോൾ പല ചേഞ്ചസ് ബോഡിക്കകത്തുണ്ടാവും. അതായത് ഒരു വൈറസ് കയറുന്നതിനാണ് നമ്മൾ ഈ സാധാരണഗതിയിൽ ഇപ്പം ഒരു ആന്റിജൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആന്റിജൻ നമ്മുടെ ശരീരത്തിൽ കയറുകയാണെങ്കിൽ നമ്മുടെ ബോഡി സാധാരണഗതിയിൽ ആന്റിബോഡി ഉണ്ടാക്കും. അത് ഒത്തിരി വൈറൽ ഇൻഫെക്ഷൻസിന് ഈ ആന്റിബോഡി ഉള്ള നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമുക്ക് കുഴപ്പങ്ങളൊന്നും വരാത്തത്. ഈ ആന്റിബോഡി ഉണ്ടാക്കാനുള്ള മറ്റൊരു മാർഗമാണ് ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ബോർഡറിൽ, ഇന്ത്യൻ ബോർഡറിൽ ചൈനീസ് പട്ടാളക്കാർ കയറി, നമ്മൾ കണ്ടു ഗാൽവാനിൽ എന്താ സംഭവിച്ചത്. അവർ കുറെ പേരെ നമ്മുടെ ആൾക്കാരെ അടിച്ചു കൊന്നിട്ട് പോയി. കാരണം നമുക്ക് അന്നേരം ആ സമയത്ത് സഫീഷ്യന്റ് പട്ടാളക്കാർ അതിനെ റെസിസ്റ്റ് ചെയ്യാനില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിനെ നമുക്കൊരു ആന്റിബോഡി ആയിട്ട് കമ്പയർ ചെയ്യാം. ആവശ്യത്തിന് ആന്റിബോഡി ഉണ്ടെങ്കിൽ വെളിയിൽ നിന്നൊരു അറ്റാക്ക് വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. അതാണ് നമ്മളൊരു വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വാക്സിനേഷൻ പല ടൈപ്സ് ഓഫ് വാക്സിനേഷൻ ഉണ്ട്. അതിലൊന്നാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഒന്ന് മെസ്സഞ്ചർ RNA എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിക്കുന്നു. അത് ഫൈസർ എന്ന് പറയുന്ന കമ്പനിയുടെ വാക്സിനേഷൻ എന്ന് പറയുന്നത് mRNA ഉപയോഗിച്ചാണ്. അത് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ
നമ്മുടെ ശരീരത്തിലേക്ക് ഈ മെസ്സഞ്ചർ ആർഎൻഎ കയറ്റി വിടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സെൽസിനോട് ഈ മെസ്സഞ്ചർ ആർഎൻഎ പറയുന്നു ആന്റിബോഡീസ്, സ്പൈക്ക് പ്രോട്ടീനെതിരെയുള്ള ആന്റിബോഡീസ് ഉണ്ടാക്കാൻ. അങ്ങനെ ശരീരത്തിലെ കോശങ്ങളെ മുഴുവൻ ഈ സ്പൈക്ക് പ്രോട്ടീനെതിരെയുള്ള ആന്റിബോഡീസ് ആയിട്ട് അത് തയ്യാറാക്കി നിർത്തുന്നു. അതാണ് ഒരു സിസ്റ്റം. രണ്ടാമതൊരു സിസ്റ്റം വാക്സിൻ എന്ന് പറയുന്നത് വൈറൽ പാർട്ടിക്കിളെ നിർജീവമാക്കി നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റിവിടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സിനോഫാം ചൈനീസ് വാക്സിൻ, ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ടെക്നിക്ക് അതാണ്. അതിന്റെ ഒരു പാർട്ടിക്കിൾ എടുത്തിട്ട് അതിനെ നിർജീവമാക്കി നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നത്. അതായത് ശരീരത്തിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു വൈറസ് കയറുന്നു എന്ന് ശരീരം തെറ്റിദ്ധരിച്ച് ആവശ്യത്തിനുള്ള ആന്റിബോഡീസിനെ അവിടെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ശരീരത്തിനെ കൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. മൂന്നാമതൊരെണ്ണത്തിന്റെ അകത്ത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കോവിഷീൽഡ്, ഇപ്പം ജോണി ചേട്ടായി ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണിത്. കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിന്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് അഡിനോ വൈറസ് എന്ന് പറയുന്ന ഒരുതരം വൈറസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. പ്രശ്നമില്ലാത്ത ചില അസുഖങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം കോമൺ കോൾഡ് പോലുള്ള ചില അസുഖങ്ങൾ വന്ന് നമുക്കങ്ങ് പോകും, നമുക്ക് പ്രശ്നമൊന്നും സൃഷ്ടിക്കത്തില്ല. അങ്ങനത്തെ ചില വൈറസുകളെ എടുത്തിട്ട് അതിനെ ഒരു വാഹകന്മാരാക്കി അതിൻ്റെ അകത്ത് ചില ജനറ്റിക് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് ഇതുപോലെ തന്നെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വിടുന്നു. അന്നേരം നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ ആന്റിബോഡി ഉണ്ടാക്കുന്നു. എല്ലാ വാക്സിന്റെ തത്വം ഒന്നാണ്, ആന്റിബോഡീസ് ഉണ്ടാക്കുക. ഈ ആന്റിബോഡീസ് ഉണ്ടാക്കുന്ന കാരണം ഇതൊരു പുതിയ വൈറസ് ആയതുകൊണ്ട് പലർക്കും ഇതിന്റെ ഡെവലപ്മെന്റ്സും ഇതിന്റെ ഫ്യൂച്ചറും എങ്ങനെയാണെന്നുള്ള ഇതുവരെ പിടികിട്ടിയിട്ടില്ല. വളരെ കൃത്യമായിട്ട് പറഞ്ഞു, കാരണം ഇത് വന്നിട്ട് അധികം നാളുകളായിട്ടില്ല. പക്ഷേ ഇതുവരെയുള്ള എല്ലാ പരീക്ഷണങ്ങൾക്കകത്തും ഒരു വാക്സിനും കൊണ്ട് ആളുകൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചായിട്ട് കാണുന്നില്ല. പിന്നെ 10,000 പേർക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ 1-2 പേർക്ക് കുഴപ്പങ്ങൾ വരാം. അത് ചിലപ്പോൾ ഈ വാക്സിന്റെ ഒന്നും ആയിരിക്കണമെന്നില്ല. ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരാൾ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചെന്നിരിക്കാം. സ്ട്രോക്ക് വന്നിട്ടുള്ള ഒരാൾ ചിലപ്പോൾ സ്ട്രോക്ക് കൊണ്ട് മരിച്ചെന്നിരിക്കാം. അതെല്ലാം മീഡിയാസും മറ്റുള്ളവരും ഇത് വാക്സിന്റെ കുഴപ്പമാണെന്ന് അല്ലെങ്കിൽ വാക്സിന് എതിരായിട്ടുള്ളവർ വരുത്തി തീർക്കാനായിട്ടുള്ള വിഫല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾ അതിനെയൊക്കെ ചെറുക്കണം. കാരണം ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് സമൂഹത്തിലുള്ള മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു 70 to 75% ആൾക്കാർക്ക് ഈ വൈറസിനെതിരെയുള്ള പ്രതിരോധ ശക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറസിനെ ഈ ലോകത്തിൽ നിന്ന് തന്നെ തുരത്തിക്കളാം. നമ്മൾ അതുപോലുള്ള കാര്യങ്ങളാണ്. ഇപ്പം സ്മോൾ പോക്സ്, വസൂരി എന്ന് പറയുന്ന അസുഖത്തിന് വാക്സിനേഷൻ ഉണ്ടായി. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല, കണ്ടില്ല. അങ്ങനെ ഒത്തിരി അസുഖങ്ങളെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പം വാക്സിന്റെ തത്വങ്ങളെല്ലാം അതാണ്. പിന്നെ ആൾക്കാരുടെ ഒരു സംശയം, ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടും വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വരാം, പക്ഷെങ്കിൽ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ വളരെ മൈൽഡ് അറ്റാക്ക് ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഓൾറെഡി ദർ ഈസ് ആന്റിബോഡി. നമ്മുടെ ശരീരത്തിൽ പ്രതിരോധത്തിനുള്ള അണുക്കൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ വൈറസ് കയറിയാൽ തന്നെ അതിന് കാര്യമായ ഒരു പ്രശ്നവും സൃഷ്ടിക്കാനായിട്ട് പറ്റത്തില്ല. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും എനിക്ക് ഈ കോവിഡ് എന്ന് പറയുന്ന അസുഖം വന്നതാണ്. ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാർച്ചിൽ, അതായത് 2020 ഈ സാധനം നമ്മുടെ ക്ലാസിക്കൽ കൈമേലൊക്കെ വരുന്നത്. അപ്പൊ ഇന്ത്യൻ അസോസിയേഷന്റെയും WMCയുടെയും നേതൃത്വത്തിൽ ഞാൻ അവിടെ ഇന്ത്യൻ സ്കൂളിൽ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു, ഫ്രീ ആയിട്ടുള്ള ക്യാമ്പ്. കാരണം ആൾക്കാർക്കെല്ലാം വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഫ്രീ ആയിട്ട് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് ഞാൻ അന്നൊരു ദിവസം ഒരു 60 to 70 പേഷ്യൻസിനെ ഈ പനിയും അല്ലാത്തവരൊക്കെ കണ്ടിരുന്നു. കാരണം അന്ന് എല്ലാവർക്കും അറിയാം, WMCക്കാർക്ക് അറിയാം, നമുക്ക് കുറെ മരുന്നുകളൊക്കെ അവിടുന്ന് ഷെയ്ക്ക് തന്നായിരുന്നു, ഡൊണേറ്റ് ചെയ്യാൻ. അപ്പൊ ഈ മരുന്നുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ആയിട്ടുള്ള ചികിത്സ കൊടുക്കും. അപ്പൊ ഞാൻ ഈ പറയുന്നതിനുള്ള പ്രതിരോധം ഞാൻ എടുത്ത ഒരു ഫേസ് ഷീൽഡ് മാത്രമായിരുന്നു. എനിക്കമ്മ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെ ഒന്നും ഈ അസുഖത്തിന്റെ യാതൊരു ലാഞ്ചനയില്ല. അന്നൊക്കെ ഒത്തിരി കോവിഡുകാർ വന്നു പോയി കാണും. കാരണം മെജോറിറ്റി ഓഫ് ആൾക്കാർ വന്നത് പനിയാരാണ്. അപ്പൊ ഒരു ഏപ്രിൽ, മെയ്, ജൂൺ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ എന്നിലൊരു ഇത് വന്നു, ഇതൊന്നും നമുക്ക് വരത്തില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു. അങ്ങനെ നവംബർ ആയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സുപ്രഭാതത്തിൽ പനിയും ദേഹത്തുവേദനയൊക്കെ വന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ സ്ഥലം വിട്ടു. ഞാൻ ടെസ്റ്റ് ഒന്നും ചെയ്തില്ല. കാരണം എനിക്കൊരു സംശയം പോലെ വന്നു, ഇതാണോ അല്ലയോ എന്ന്. ഇതാണെങ്കിൽ എനിക്ക് തോന്നി എന്നെ അവിടെ നോക്കാനായിട്ട്, റാസൽ കൈമാൽ എന്നെ നോക്കാനും സംരക്ഷിക്കാനായിട്ട് ആരുമില്ല. ഇവിടെ ആണെങ്കിൽ എൻ്റെ മക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ കംപ്ലീറ്റ് എന്താ പറയുക ഫേസ് ഷീൽഡും മാസ്കും ഒക്കെ വെച്ച് ഞാൻ ടെസ്റ്റ് പോലും ചെയ്യാൻ ഞാനിങ്ങനെ വന്നു. ഇവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായി. അങ്ങനെ ഞാൻ ഇവിടെ തിരുവല്ല മെഡിക്കൽ മിഷൻ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എനിക്ക് ആദ്യത്തെ രോഗലക്ഷണം വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്ത് വേദനയാണോ ഒന്ന്, അത് കഴിഞ്ഞ് പനി വന്നു, അത് കഴിഞ്ഞ് തൊണ്ടവേദന വന്നു, മൂന്നാമത് എനിക്ക് ഭയങ്കരമായി ചുമ വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഈ അസുഖത്തെ പറ്റി നമുക്ക് അറിവുള്ളത് കൊണ്ടും ഇതിനെപ്പറ്റി വായിക്കുന്നത് കൊണ്ടും ഒരു ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ഹാപ്പി ഹൈപ്പോക്സിയ. സാധാരണക്കാർ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഹാപ്പി ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ
ഒരു മനുഷ്യൻ ഈ കോവിഡ് വന്നു കഴിയുമ്പോൾ അവന്റെ സാച്ചുറേഷൻ അല്ലെങ്കിൽ ശരീരത്തിലെ ഓക്സിജന്റെ കപ്പാസിറ്റി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഒരു സന്തോഷിച്ച് അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നവൻ ആ നിൽക്കുന്ന നിപ്പിൽ താഴെ വീണ് മരിച്ചു. അതിനാണ് ഈ ഹാപ്പി ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. അത് സാധാരണ നമ്മുടെ സാച്ചുറേഷൻ കുറയുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ കിടക്കുന്ന റൂമിൽ തന്നെ എനിക്ക് ഓക്സിജൻ ഉണ്ട്. അപ്പൊ സാച്ചുറേഷൻ നോക്കാൻ ഞാൻ തന്നെ ഒരു മെഷീൻ ചെറുത് മേടിച്ചു വെച്ചു. അപ്പൊ ഞാൻ പല പ്രാവശ്യം നോക്കുമ്പോഴും എന്റെ സാച്ചുറേഷൻ ചില സമയത്ത് ഈ 93 താഴോട്ട് വെച്ചു, 92, 91. അപ്പോഴത്തേക്ക് എന്റെ ഉള്ളിൽ ഭയമാവും. ഞാൻ ഉടനെ തന്നെ ഈ ഓക്സിജൻ എടുത്ത് വെക്കും ഞാൻ തന്നെ. ഓക്സിജൻ വെച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ നോർമൽ ഇതെന്ന് പറയുന്നത് ഒരു 95 to 97 വരും. അങ്ങനെ ഏകദേശം ഒരാഴ്ച ഇങ്ങനെ ഭയത്തിന്റെ മുൾമുനയിൽ തന്നെ ഞാൻ നിന്നിരുന്നു. ഞാനിത് പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒത്തിരി ആൾക്കാർ ഈ കോവിഡ് സാരമില്ല അല്ലെ പ്രശ്നമുള്ളതല്ല എന്നുള്ള അർത്ഥത്തിൽ ഇതിനെ എടുക്കാറുണ്ട്. പിന്നെ ഞാനന്ന് എന്റെ CT സ്കാൻ ചെയ്തതിൻ്റെ അകത്ത് എന്റെ ചെസ്റ്റിന്റെ അകത്ത് വരെ റെസ്പിറേറ്ററി ഇൻവോൾവ്മെന്റ് ഉണ്ട്. പക്ഷെ ന്യൂമോണിയ ഒന്നും വന്നില്ല. പക്ഷെങ്കിൽ എന്റെ ശ്വാസകോശ ഇത് പിടിച്ചിരുന്നു. അപ്പം അത്രയും ദിവസം പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ റെസ്റ്റ് എടുത്ത് എനിക്ക് തോന്നുന്നൊരു അമേരിക്കൻ ട്രീറ്റ്മെന്റ് തന്നെയാണ് എനിക്ക് അവരോട് തന്നത്. ആന്റിവൈറൽ ഡ്രഗ്സ് വന്നു, ആന്റിബയോട്ടിക്സ് വന്നു, പിന്നെ എന്താ പറയുക ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഹെപ്പാരിൻ തന്നു. പിന്നെ അതുപോലെ നമ്മളിത് ഒക്കെ കുത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരും. ഷുഗർ ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഷുഗർ ഉണ്ടാകാം, കാരണം സ്റ്റീറോയിഡ് ഒക്കെ എടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു സാധാരണക്കാരൻ വരാവുന്ന എല്ലാ പ്രശ്നങ്ങളിൽ കൂടെയും ഞാൻ കടന്നുപോയതാണ്. ഞാനിത് പറഞ്ഞതിന്റെ അർത്ഥം അല്ലെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, കോവിഡിനെ ആരും നിസ്സാരമായിട്ട് എടുക്കല്ലേ, എസ്പെഷ്യലി എബോവ് 40 years ഉള്ള ആൾക്കാർ. കാരണം നമ്മൾ ഇപ്പോഴും കാണുന്നു, ഇപ്പോഴും മറ്റേ ഡോക്ടർ പ്രസന്റ് ചെയ്തതിൻ്റെ അകത്ത് ഇന്നലെയും UK-ലാണ്ട് 384 ഡെത്ത്സ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഡെത്ത് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ, അത് ഒരു ദൈവാനുഗ്രഹം കൂടെ വേണം, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട വെപ്പൺ എന്ന് പറയുന്നത് മാസ്ക് വെയർ ചെയ്യുന്നതും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും കൈയും കാലും ഒക്കെ ശരിയായ രീതിയിൽ കഴുകുന്നതാണ്. ഇത്രയാണ് എനിക്ക് കോവിഡിനെ പറ്റി ഒരു സംക്ഷിപ്തമായിട്ട് ഒരു ചെറിയ ഒരു ബ്രീഫ് അക്കൗണ്ടിങ് തരാനായിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ റെജി. ഇവിടെ 1-2 ചോദ്യങ്ങൾ ഉള്ളത് ഞാൻ വായിക്കാം. I did not have any after effect at all after the vaccination. Some say that if there is no symptom developed after vaccination, then it's not that effective. So what reply have you got to say for this? ഈ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാല് ഓരോ മനുഷ്യരുടെയും ശരീരം ഓരോ കാര്യങ്ങളോടും പ്രതികരിക്കുന്ന പ്രത്യേക രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ അവിടെ Dr. Reji, please unmute. Please unmute your mic. Dr. Unmute. കേക്കാവോ? ഇപ്പൊ കേക്കാവോ? കേൾക്കാം. അപ്പം ഞാൻ പറഞ്ഞത് ഓരോ മനുഷ്യരുടെയും ശരീരം ഓരോ വസ്തുക്കളോട് റെസ്പോണ്ട് ചെയ്യുന്ന പ്രത്യേക രീതിയിലാണ്. എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല. ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അവിടെ റാസൽ കൈമ വന്നപ്പോൾ എൻ്റെ അടുത്തൊരു അവിടുത്തെ ഒരു ലോക്കൽ വന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ആന്റിബോഡി ഈ കോവിഡിനെതിരെയുള്ളത് ടെസ്റ്റ് ചെയ്യണം. അവിടെ റാസൽ കൈമ ഹോസ്പിറ്റലിൽ ഇത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഈ ലോക്കൽ കക്ഷിക്ക് നേരത്തെ കോവിഡ് വന്നതാണ് ഒന്ന്. അത് കഴിഞ്ഞ് അദ്ദേഹം വാക്സിൻ സൈനോഫാം എന്ന് പറയുന്ന വാക്സിൻ 2 ഡോസ് എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് 1 മാസമായി. അപ്പൊ പുള്ളിക്ക് ആന്റിബോഡി ലെവൽ എന്തുമാത്രം ഉണ്ടെന്ന് അറിയാനായിട്ട് എന്റെ കൂടെ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ എന്റെ കൂടെ ആന്റിബോഡി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അങ്ങനെ ഞങ്ങൾ 2 പേരും അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു. അദ്ദേഹത്തിന്റെ ആന്റിബോഡി 30 ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് 30. അതിന്റെ ഒരു നോർമൽ ലെവൽ എന്ന് പറയുന്നത് 11 വരെ അവരത് കണക്ക് കൂട്ടത്തില്ല. അപ് ടു 11 മീൻസ് ദർ ഇസ് നോ ആന്റിബോഡി. അങ്ങനെയാണ് അവിടുത്തെ കണക്ക്. 11-ൽ കൂടുതൽ വന്നാലേ നമുക്കൊരു ആന്റിബോഡി റെസ്പോൺസ് ഉള്ളൂ. അദ്ദേഹത്തിന് 30 ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ അപ്പം ഏകദേശം ഒരു 1 മാസം ആകുന്നേ ഉള്ളൂ. 1 മാസം കഴിഞ്ഞായിരുന്നു എനിക്ക് വന്നിട്ട്. എന്റെ ആന്റിബോഡി അപ്പം മോർ ദാൻ 120 ഉണ്ടായിരുന്നു ഈ കോവിഡിനെതിരെയുള്ള. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ എന്റെ നാച്ചുറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ടായിരിക്കാം അത്ര ആന്റിബോഡി ഡെവലപ്പ് ചെയ്ത്. ഞാൻ വാക്സിൻ ഒന്നും എടുത്തില്ലെന്ന്. അദ്ദേഹത്തിന്റെ വാക്സിന്റെ എഫക്റ്റ് ആണ് ഞാൻ ഈ പറഞ്ഞത് ഈ 30 വന്നുള്ളത്. എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ഓരോ മനുഷ്യരുടെയും ശരീരം റെസ്പോണ്ട് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. പിന്നെ ഇതേ ചോദ്യം ഞാൻ ഈ ഇന്ത്യയിലെ 1-2 പ്രഗത്ഭ ഡോക്ടർമാരോട്, ഈ വൈറോളജിസ്റ്റിനോട് ചോദിച്ചതാണ്. നാച്ചുറൽ ആന്റിബോഡി ആണോ വാക്സിൻ കൊണ്ട് വരുന്ന ആന്റിബോഡി ആണോ കൂടുതൽ സമയം നിൽക്കുന്നത്? അവർക്ക് ആർക്കും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇതൊരു പുതിയ ഡിസീസ് ആയതുകൊണ്ട് അവർ പറയുന്നത് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി. അതാണ് അതിന്റെ ആൻസർ. പക്ഷേ ഈ പുള്ളിക്ക് നമ്മൾ ഈ പറയുന്ന ആളിന് രോഗലക്ഷണങ്ങളൊന്നും വരാഞ്ഞതുകൊണ്ട് ആന്റിബോഡി ഉണ്ടായില്ല എന്നുള്ളതിന് അർത്ഥമില്ല.
അദ്ദേഹം അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ആന്റിബോഡി ഇപ്പൊ ചെക്ക് ചെയ്യാം. IgG ആന്റിബോഡി എന്ന് പറയുന്നത് റാസൽ കൈമയിലാണെങ്കിൽ അവിടുത്തെ റാക്ക് ഹോസ്പിറ്റൽ ചെയ്യുന്നുണ്ട്. ദുബൈയിലും എനിക്ക് തോന്നുന്നു 2-3 ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ആന്റിബോഡി ടെസ്റ്റ് അപ്പൊ നമുക്ക് അതിന്റെ ഒരു ലെവൽ അറിയാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ റെജി. ഇവിടെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇസ് ഇറ്റ് സേഫ് ഫോർ 16-year-old ഗേൾസ് ടു ടേക്ക് കോവിഡ് വാക്സിൻ? എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. സാധാരണ ഇവരിപ്പം അഡ്വൈസ് ചെയ്യുന്ന എബോവ് 18 years ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം USA-യിലും UK-യിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 1-2 സ്ഥലങ്ങളിൽ അവർ പിള്ളേർക്ക് ഇത് കൊടുക്കാമെന്നൊരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആധികാരികത എന്തുമാത്രം ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ സൈഡ് എഫക്ട്സ് എങ്ങനെ പിള്ളേർക്കും വലിയവർക്കും ഇന്ന സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞൊന്നും ഒരു സ്റ്റഡീസിലും വന്നിട്ടില്ല. കാരണം ഇതുവരെയുള്ള ഇതിന്റെ അകത്തൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും പറയുന്നില്ല. പിന്നെ 1-2 ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ പക്ഷേ ഞാൻ വായിച്ചിടത്തോളം മറ്റ് അസുഖങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ മരിച്ചു പോയിട്ടുള്ളത്. വാക്സിന്റെ മാത്രം എഫക്ട് കൊണ്ട് ആരും മരിച്ചായിട്ട് ഇതുവരെ ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇവിടെ ഡോക്ടറുടെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർക്ക് കോവിഡ് വന്നതാണ്, അപ്പൊ അതിനുശേഷം ഇപ്പോൾ എന്തെങ്കിലും അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ദൈവത്തിന്റെ കൊണ്ട് ഇതുവരെ ഒന്നുമില്ല. നിങ്ങൾ പറഞ്ഞുണ്ടാക്കായിരുന്നോ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ദൈവാനുഗ്രഹത്താൽ ഞാൻ പഴയതിനേക്കാളിലും ആരോഗ്യവാനാണ്. ഞാൻ എല്ലാ ദിവസവും ഇപ്പൊ ഒരു 30 minutes ഞാൻ ഓടുന്നുണ്ട്. കാരണം ഒത്തിരി പേര് പറഞ്ഞു ഇത് നമ്മുടെ ഒത്തിരി പേരല്ല, ഒത്തിരി ഡോക്യുമെന്റേഷൻ വന്നിട്ടുണ്ട്. ലങ്ങിന്റെ അകത്ത് ഈ ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. ഫൈബ്രോസ് എന്ന് പറഞ്ഞാൽ ലങ്ങിലെ സാധാരണ ലങ് ടിഷ്യൂസിനെ വേറൊരു ഫൈബ്രസ് പാർട്ടിക്കിൾ ആയിട്ട് മാറി, അത് എന്ന് പറഞ്ഞാൽ അതിന്റെ സെയിം ഫംഗ്ഷൻ ആയിരിക്കത്തില്ല. ലങ് ടിഷ്യൂസിന് മാറ്റം വരാം. ഇറ്റ്സ് കോൾഡ് ഫൈബ്രോസിസ്. അത് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ ഇങ്ങനെ ഓടി നോക്കിയത്. അപ്പം എനിക്ക് പഴയതിനേക്കാളും കൂടുതലായിട്ട് ഓടാനും ചാടാനും ഒക്കെ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു സൈഡ് എഫക്ട്സും ഇതുവരെ ദൈവത്തിന്റെ കൊണ്ട് വന്നിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു നവംബറിലാണ് എനിക്ക് വന്നത്. ഇത്രയും 3 മാസമായിട്ട് നോ പ്രോബ്ലം. താങ്ക് ഗോഡ്. ഓക്കെ, അത് നല്ലൊരു അഡ്വൈസ് ആണ് ഡോക്ടർ ഷെയർ ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഹൗ ലോങ് ഹേർഡ് ഇമ്മ്യൂണിറ്റി ഇഫക്ട് വിൽ ഹെൽപ്പ് ഗ്ലോബലി ഫോർ ഓട്ടോ ഇറാഡിക്കേഷൻ? How long? How long herd immunity effect will help globally for auto eradication? There is a herd immunity means there is no point in talking about this infection. That means it is cleared. Herd immunity means more than 70% of that community is safe with this thing, COVID. കോവിഡിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു അസുഖമാണ് അതിനെപ്പറ്റി 70% കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് ഹെർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ പിന്നെ അസുഖം കാണത്തില്ല. അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതാണ് നമ്മുടെ ഗ്ലോബൽ സെക്രട്ടറി മിസ്റ്റർ സിയു മത്തായി ചോദിക്കുന്നു, whether the available vaccines will produce the antibody for the mutated virus. ഇതുവരെ ഉള്ള കണക്കനുസരിച്ച് അല്ലെങ്കിൽ തെളിവുകൾ അനുസരിച്ച് ഈ വാക്സിൻ എടുത്തിട്ടുള്ളവർക്ക് ഇത് വീണ്ടും ഈ ഇൻഫെക്ഷൻ വന്നാൽ അത് അവരെ എന്താ പറയുന്നത് ഡിസ്ട്രോയ് ചെയ്തില്ല, അല്ലെ ഡാമേജ് ചെയ്തില്ല. ഇൻഫെക്ഷൻ ക്യാൻ കം ആൻഡ് ഗോ, ബട്ട് ദർ ഇസ് നോ പ്രൂഫ് ദാറ്റ് the vaccine will completely eradicate or the mutant virus will completely eradicate the people. ഇതിലും അങ്ങനത്തെ സ്റ്റഡീസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ അവർ പറയുന്ന ഈ മ്യൂട്ടേഷൻ വന്നിട്ടുള്ളത് കൊണ്ട് ഒന്ന് അതിന്റെ കണ്ടേജിയസ് പാർട്ട്, അത് പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ വളരെ മറ്റേതിനെക്കാട്ടിലും കുറച്ചുകൂടെ വിർലന്റ് ആണ്. പക്ഷെ ഈ വൈറസ് എന്ന് മാത്രം ഡാമേജ് മറ്റേതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ വന്നിട്ടില്ല. പക്ഷെ ഒത്തിരി സ്റ്റഡീസ് നടക്കുന്നുണ്ട്. USA നടക്കുന്നുണ്ട്, UK നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ സംശയങ്ങളും തീർന്നു എന്ന് തോന്നുന്നു. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ റെജി for that significant information that you have shared with us today. I just want to thank the Middle East President Shaulka, Middle East Secretary Santosh. പിന്നെ ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. മിഡിൽ ഈസ്റ്റിന്റെ എല്ലാ ഭാരവാഹികളും, ഗ്ലോബൽ പ്രസിഡന്റ്, ഗ്ലോബൽ സെക്രട്ടറി, WMCയുടെ എല്ലാ ഭാരവാഹികളോടും ഹൃദയംഗമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. നമ്മളെ ശ്രവിച്ച ടൈം തന്ന എല്ലാവരോടുമുള്ള നന്ദി. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ട് എല്ലാവരുടെയും പേര് പറയാനായിട്ട് പറ്റത്തില്ല, എല്ലാം ഓർക്കത്തില്ല. അതുകൊണ്ട് അത് ക്ഷമിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഓർക്കുക. തന്ന എല്ലാ എന്താ പറയുന്നത് സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. Thank you so much, Dr. Reji. I'm happy to invite Dr. George Jacob. He has joined us this evening. Doctor, could you please share a little information with us regarding the current situation that we are going through? Good evening, everybody.
Thank you for inviting me. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ UAE-ൽ കിട്ടുന്ന സൈനോഫാം വാക്സിൻ ആണ് കൂടുതൽ ആൾക്കാർ എടുത്തിരിക്കുന്നത്, ഡോക്ടേഴ്സ് അടക്കം. ഫൈസർ വാക്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനൊന്നും ആരും പോയില്ല. ഏത് വാക്സിൻ കിട്ടുന്നോ അത് എടുക്കുക എന്നുള്ളതാണ് അഡ്വൈസ്. എല്ലാ വാക്സിനും തന്നെ പ്രയോജനം തരുന്നുണ്ട്, T സെൽസ് ആന്റിബോഡീസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് വാക്സിൻ കിട്ടുന്നോ അത് എടുക്കുക. നാട്ടിലാണെങ്കിൽ കോവിഷീൽഡും ഉണ്ട്, കോവാക്സിനും ഉണ്ട്. ഇത് രണ്ടും ഫലപ്രദമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. കോവാക്സിൻ കുറച്ചും കൂടെ ട്രയൽസ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു സെപ്പറേറ്റ് ഫോം നമ്മൾ ഒപ്പിട്ട് കൊടുക്കണമെന്ന് കേട്ടു. അതെടുക്കുന്നവർക്ക് കോവിഷീൽഡ് പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വാക്സിനാണ്, സൈഡ് എഫക്ട്സ് കുറവാണ്. പിന്നെയും mRNA വാക്സിൻ ഫൈസർ, മൊഡേണ അതൊക്കെയായിരുന്നു നമുക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതും ഡോക്ടർ റെജി പറഞ്ഞതുപോലെ വളരെ ചുരുക്കം പേരിലെ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഒരു കോവിഡ് ഇൻഫെക്ഷൻ വന്നവർ 3 മാസമെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് നല്ലത്. വാക്സിൻ എടുക്കണം അവരും. കോവിഡ് വന്നവർക്കും വാക്സിൻ കുറച്ചും കൂടി ആന്റിബോഡീസ് ബൂസ്റ്റപ്പ് ചെയ്യും. ഇനി ഡോക്ടർ റെജി സൂചിപ്പിച്ചു, നാച്ചുറൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എസിംറ്റമാറ്റിക്, ജസ്റ്റ് ഒരു പനി ചുമയൊക്കെ ആയിട്ട് വന്ന് പോയ കോവിഡുകാർക്ക് അധികം ആന്റിബോഡീസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. നേരെ മറിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളവർക്ക് 3 to 5 months ആന്റിബോഡീസ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. വാക്സിൻ എടുക്കുന്നവർക്ക് അതിൽ കൂടുതൽ എടുക്കുന്നുണ്ട്. പക്ഷേ ഇയർലി വാക്സിൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇതാണ് എനിക്ക് പറയാനുള്ളത്. വാക്സിൻ ഏതായാലും എടുക്കുക, അത് എല്ലാം തന്നെ യൂസ്ഫുൾ ആണ്. Thank you so much, Dr. George Jacob, for that valuable information that you have shared with us. അടുത്തത് ആശംസാ പ്രസംഗത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. May I now invite Mr. T.K. Vijayan, the Global VP Admin, for the felicitation address. Sorry, T.K. Vijayan is Chairman Middle East region. Sorry. Thank you, sir. WFC കുടുംബാംഗങ്ങളെ, global leaders, regional leaders and professional leaders, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ഹെൽത്ത് ഫോറം സംഘടിപ്പിച്ച വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. എല്ലാവരുടെ മുഖത്ത് നോക്കുമ്പോഴും കാണാം ഒരു പേടിയുടെ ഒരു ഇത്. ആരും പേടിക്കൊന്നും വേണ്ട. ഡോക്ടർ റെജി പറഞ്ഞ പോലെ എല്ലാവരും മാസ്ക് ധരിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ കൈയും കാലും ഇത് ചെയ്യുന്നതും, അതിൻ്റെ കൂടെ ഒന്ന് ആവി പിടിക്കുന്നതും കൂടി നല്ലതാണ്, ഗാർഗിൾ ചെയ്യുന്നതും കൂടി നല്ലതാണ്. ആ 2 പോയിന്റ് കൂടി ഞാൻ എടുത്ത് പറയാണ്. കാരണം ഡോക്ടർ റെജി സ്റ്റാർട്ടിങ്ങിലെ പറയണ്ടായി, കഴിഞ്ഞ പ്രാവശ്യം ഒരു മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു, ആളൊരു 3-4 മാസം ആൾക്കാരൊക്കെ കണ്ടമാനം ചികിത്സിച്ച് എല്ലാവരുമായിട്ട് ഇടപെട്ട് ആൾക്ക് വരില്ല എന്നുള്ളൊരു ധാരണയായിരുന്നു. അത് തന്നെയാണ് നമ്മളുടെ ഇടയിലും. നമുക്കിത് വരില്ല, നമ്മുടെ അയൽക്കത്തുള്ള ആൾക്കാർക്കേ വരുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ ധാരണ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്നും കൂടി ഡോക്ടർ റെജിയുടെ വാക്കുകൾ എല്ലാവരും ഒരേട്ട് പഠിക്കുക, മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസും അതുപോലെ ഗാദറിങ് ഇല്ലാതെ നോക്കുക, പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ആവി പിടിക്കുന്നതും ഗാർഗിൾ ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ വാക്സിനെ പറ്റി നമ്മുടെ ഡോക്ടർ ജോൺ വളരെ വിശദമായിട്ട് തന്നെ സയന്റിഫിക് രീതിയിൽ തന്നെ ആൾ നന്നായിട്ട് പറഞ്ഞു തന്നിരുന്നു. അത് വേണമെങ്കിൽ അതിൻ്റെ റെക്കോർഡ് മെസ്സേജ് ഉണ്ടായിരിക്കും, എല്ലാവർക്കും അയച്ചു കൊടുത്താൽ വീണ്ടും അതിനെ പറ്റി പഠിക്കാനൊക്കെ പറ്റും. എന്നാലും അതിനെക്കാട്ടി കൂടുതൽ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കിട്ടി. ഇപ്പൊ നമുക്ക് ഇപ്പം വാക്സിൻ ചെയ്യാൻ ഉള്ള ഒരു ധൈര്യം കൂടി എല്ലാവർക്കും വന്നിട്ടുണ്ടായിരിക്കും. പലരും വാക്സിൻ കിട്ടാതെ നിൽക്കുന്നുണ്ട്, വാക്സിൻ എല്ലായിടത്തും എത്തിയിട്ടുണ്ടാവില്ല. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും വാക്സിൻ കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. പിന്നെ ഇത്രയും നല്ലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച മിഡിൽ ഈസ്റ്റിന്റെ ഹെൽത്ത് ഫോറം ഭാരവാഹികളോട്, പ്രത്യേകിച്ച് ഡോക്ടർ റെജിയോട് വളരെയധികം നന്ദി. ഡോക്ടർ ഷാൽക്ക, സന്തോഷ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇതുപോലെ എത്തിച്ചത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, Mr. T.K. Vijayan. അടുത്തായി നമ്മുടെ ഗ്ലോബൽ പ്രസിഡന്റ് മിസ്റ്റർ ജോണി കുരുവിലെ ഫെലിസിറ്റേഷൻ അഡ്രസ്സിനായി ക്ഷണിച്ചോളുന്നു. എല്ലാവർക്കും നമസ്കാരം. പതിവ് പോലെ മിഡിൽ ഈസ്റ്റ് റീജിയൻ ഹെൽത്ത് ഫോറം
DR.REJI, Dr. George Kutti, ബാക്കി മിഡിൽ ഈസ്റ്റ് റീജിയണൽ ഭാരവാഹികൾ എല്ലാവരും കൂടി ചേർന്ന് നല്ല ഒരു ബോധവൽക്കരണ ക്ലാസ് ആണ് നമുക്ക് നൽകിയത്. തീർച്ചയായും ഏതാണ്ട് 100 പേരോട് അടങ്ങിയ അവരുടെ ഒരു സാന്നിധ്യം ഈ വെബിനാറിൽ ഉണ്ടായി. വളരെയധികം സംശയങ്ങൾ ദൂരീകരിക്കുവാൻ സാധിച്ചു. ഡോക്ടർ ജോൺസ് കുര്യൻ എങ്ങനെയാണ് ഒരു വൈറസ് ഉണ്ടാകുന്നത്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റി ഇംഗ്ലീഷിലും നമ്മളുടെ പ്രിയപ്പെട്ട DR.REJI അത് മലയാളത്തിലും പറഞ്ഞു തന്നു. കൂടാതെ ജോർജ് കുട്ടി സാറ് എങ്ങനെയാണ് ഇതുകൊണ്ടുള്ള ഗുണമെന്ന് അദ്ദേഹവും പറഞ്ഞു. സത്യത്തില് വളരെ സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടുകൂടിയുമാണ് വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനിതിൽ പങ്കുചേരുന്നത്. ഇത്ര ഉപകാരപ്രദമായ ക്ലാസ്സുകൾ നമ്മുടെ കൂടെ തന്നെ ഇരുന്ന് നമ്മളുടെ ഓൺ മെമ്പേഴ്സ് ആയിട്ട് ചെയ്യുവാൻ സാധിക്കുന്നു. DR.REJI തുടക്കത്തിൽ തന്നെ എത്രയധികം ശക്തമായി വേൾഡ് മലയാളി കൗൺസിലിന്റെ പേരിൽ പ്രവർത്തിച്ചു. നമുക്കെല്ലാവർക്കും അദ്ദേഹം കയ്യും മെയ്യും മറന്ന് തൻ്റെ സ്വന്തം ആരോഗ്യത്തെ മറന്ന് നമ്മൾക്കെല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് കൂടിയാണ് അദ്ദേഹത്തിന് കോവിഡ് പിടിച്ചത്. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മളെല്ലാവരും വളരെ ഭയന്നുപോയി. എങ്കിലും അദ്ദേഹം പറഞ്ഞതുപോലെ ദൈവസഹായത്താൽ നന്മ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നത് കാണുന്നതിലും വളരെ സന്തോഷമുണ്ട്. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ എല്ലാവരും ഓർക്കുവാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാം. ഇനിയും ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ചെയ്യുവാൻ സാധിക്കും. ഈ ലോകത്തില് അന്യോന്യം ചെറുതും വലുതുമായ രീതിയിൽ നമുക്ക് എല്ലാവർക്കും സഹകരിച്ചാൽ, അന്യോന്യം ബന്ധപ്പെട്ടാല് ഉപകാരപ്രദമായ പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. വേൾഡ് മലയാളി കൗൺസിൽ ഇന്ന് പ്രവാസികൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് വരുന്ന 2-ാം തീയതി ഉപവാസം അനുഷ്ഠിക്കുവാൻ ഇന്ന് രാവിലെ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഉച്ചയോടുകൂടി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ബലം കാണുകയും ശൈലജ ടീച്ചർ നമുക്ക് ആ PCR ടെസ്റ്റ് ഫ്രീ ആയിട്ട് അനുവദിക്കുകയും ഇനിയും വരും ദിവസങ്ങളിൽ ഒരു ടെസ്റ്റ് കയ്യിലുള്ളവർ എടുക്കേണ്ട ആവശ്യമില്ല എന്നതിലേക്കും, പിന്നെ പ്രവാസികളായി ഇവിടെ തങ്ങിക്കിടക്കുന്ന എന്നെപ്പോലെയുള്ളവർക്ക് വാക്സിൻ എടുക്കുവാനുള്ള അവസരം ഉണ്ടാക്കി തരുവാൻ ഒരു പ്രയോറിറ്റി ബേസിസിൽ മെഡിക്കൽ സ്റ്റാഫിനെ പോലെ അല്ലെങ്കിൽ പാരാ മെഡിക്കൽ മിലിറ്ററി സ്റ്റാഫിനെ പോലെയൊക്കെ നമ്മൾക്കും ഒരു കൺസിഡറേഷൻ തരും. അതിനുള്ള റിക്വസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതിന് നോർക്ക വഴിയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ നമുക്കിനിയും നല്ല വാർത്തകൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് us. ജയ് വേൾഡ് മലയാളി കൗൺസിൽ. താങ്ക് യു. I think I was muted. Sorry for that. Thank you, Joni Chayan. May I now invite Mr. Rajiv, WMC Middle East Treasurer, to propose the vote of thanks. എല്ലാവർക്കും നമസ്കാരം. വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ എല്ലാ തവണയും നടത്താറുള്ള പോലെ വളരെ ഉപകാരപ്രദമായ ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത്. വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയന്റെ ഹെൽത്ത് ഫോറം ആദ്യമായി സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്
ഉള്ളതിൽ വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ ഹെൽത്ത് ഫോറത്തിന്റെ ചെയർമാനായ ഡോക്ടർ റെജി കെ ജേക്കബിനെ അഭിമാനിക്കാം. വേൾഡ് മലയാളി കൗൺസിൽ മാത്രമല്ല, ഇപ്പോഴത്തെ ഈ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും അത് 100% ഉപകാരപ്രദമായി എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. ആദ്യമേ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഇന്നത്തെ ഇതിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ള ഡോക്ടർ ജോൺസ് കുര്യൻ, അദ്ദേഹം UK നിന്നാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത്. അദ്ദേഹത്തിന് വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ ഹെൽത്ത് ഫോറം ചെയർമാൻ ഡോക്ടർ റെജി കെ ജേക്കബ്, അദ്ദേഹത്തിന് ഉള്ള നന്ദിയും കടപ്പാടും മിഡിൽ ഈസ്റ്റ് റീജിയന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നേർന്നുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മളോടൊപ്പം ചേർന്ന AKMC പ്രസിഡന്റ് ഡോക്ടർ A. ജോർജിനും ഉള്ള നന്ദി വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയന്റെ പേരിലും എൻ്റെ പേരിലും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാ തവണത്തെയും കൂടെ ഗ്ലോബൽ റീജിയണൽ ഭാരവാഹികളെല്ലാം തന്നെ നമ്മുടെ ഈ പരിപാടികളുമായിട്ട് സഹകരിച്ചു. ഗ്ലോബലിൽ നിന്ന് നമ്മളോട് കൂടെ പങ്കെടുത്ത ഗ്ലോബൽ പ്രസിഡന്റ് മിസ്റ്റർ ജോണി കുരുള, ഗ്ലോബൽ സെക്രട്ടറി ജനറൽ CU മത്തായി, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് അഡ്മിൻ ഇൻ ചാർജ് ഓഫ് മിഡിൽ ഈസ്റ്റ് ഡോക്ടർ PP വോഗീസ്, ഗ്ലോബൽ അസോസിയേറ്റ് സെക്രട്ടറി മിസ്റ്റർ ജിമ്മി, ഇന്ത്യ റീജിയനിൽ നമ്മളോടൊപ്പം പങ്കെടുത്ത രാമചന്ദ്രൻ പേരാമ്പ്ര, ഗ്ലോബൽ വിമൻസ് ഫോറം പ്രസിഡന്റ് തങ്കമണി ദിവാകരൻ, ഗ്ലോബൽ VP അഡ്മിൻ TP വിജയൻ തുടങ്ങിയ എല്ലാ ഗ്ലോബൽ നേതാക്കന്മാർക്കുമുള്ള നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഗ്ലോബലിൽ നിന്ന് നമ്മളോടൊപ്പം ഇന്ന് പങ്കെടുത്ത സോമൻ ബേബി, അദ്ദേഹത്തിനുള്ള നന്ദി മിഡിൽ ഈസ്റ്റ് റീജിയന്റെ പേരിൽ ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി എല്ലാവിധ പ്രയത്നങ്ങളും ചെയ്ത മിഡിൽ ഈസ്റ്റ് റീജിയൻ ചെയർമാൻ മിസ്റ്റർ TK വിജയൻ, സെക്രട്ടറി പ്രസിഡന്റ് മിസ്റ്റർ ഷാഹുൽ ഹമീദ്, സെക്രട്ടറി മിസ്റ്റർ സന്തോഷ് കെട്ടേത്ത് തുടങ്ങിയ എല്ലാ മിഡിൽ ഈസ്റ്റ് റീജിയൻ ഭാരവാഹികൾക്കും മിഡിൽ ഈസ്റ്റ് റീജിയന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ എല്ലാ കോർഡിനേഷന് വേണ്ടി പ്രവർത്തിച്ച മിഡിൽ ഈസ്റ്റ് വിമൻസ് ഫോറം പ്രസിഡന്റ് ശ്രീമതി എസ്തർ ഐസക്, ജനറൽ സെക്രട്ടറി മിസ്സസ് റാണി ലിജേഷ് തുടങ്ങിയവർക്കുള്ള നന്ദിയും മിഡിൽ ഈസ്റ്റ് റീജിയന്റെ പേരിൽ ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളും. അവസാനമായി ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ സാക്ഷാത്കരിക്കാനായി സൂം കോർഡിനേഷൻ നടത്തിയ ഡോക്ടർ ഷെറിമോൻ, IT ഫോറം ചെയർമാൻ ഡോക്ടർ ഷെറിമോൻ, ഇന്നത്തെ MC ആയിരുന്ന ശ്രീമതി ആഷ ചാൾസ് തുടങ്ങിയവർക്കുള്ള നന്ദിയും ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. തുടങ്ങി എല്ലാ ലോകത്താകമാനമുള്ള WMC പ്രൊവിൻസിൽ നിന്നും നമ്മളോടൊപ്പം പങ്കെടുത്ത എല്ലാ WMC കുടുംബാംഗങ്ങൾക്കും മിഡിൽ ഈസ്റ്റ് റീജിയന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആരുടെയും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, ക്ഷമിക്കുമെന്ന് കരുതുന്നു. താങ്ക് യു. Thank you, Mr. Rajiv. Hello, excuse me. Sure. ബഹുമാനപ്പെട്ട വേൾഡ് മലയാളി കൗൺസിൽ ലോക നേതാക്കളെ, മറ്റംഗങ്ങളെ, ഞാൻ ക്ഷമയോദിക്കുകയാണ്. ആദ്യം തന്നെ എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. ആദ്യം ജോയിൻ ചെയ്തതിനു ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്ന് കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു. വീണ്ടും ഇപ്പോഴാണ് ഈ ജോയിൻ ചെയ്യാൻ പറ്റിയത്. അപ്പോഴത്തേക്ക് അത് ഡോക്ടേഴ്സ് എല്ലാം പിരിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കോവിഡിന്റെ പശ്ചാത്തലം ആയതുകൊണ്ട്, അതിനുള്ള മീറ്റിംഗ് ആയതുകൊണ്ട് ചോദിക്കുകയാണേ. നമ്മുടെ കോവിഡ് വാക്സിൻ ആദ്യ ഡോസ് എടുത്തിട്ട് നമ്മുടെ WHO മറ്റുള്ള സംഘടനകളും ആരോഗ്യ സംഘടനകളും പറയുന്നത് ഇന്ത്യൻ വാക്സിൻ ആണെങ്കിൽ 28 days ആണ് അതിന്റെ സെക്കൻഡ് ഡോസിന്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ചൈനീസ് ആണെങ്കിൽ 21 days ആണ്. പക്ഷെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് UAE നിന്ന് ഞാൻ ഫസ്റ്റ് ഡോസ് ഇന്ത്യയുടെ ഓക്സ്ഫോർഡ് കോഷീൽഡ് വാക്സിനേഷൻ എടുത്തു. അപ്പൊ രണ്ടാമത് കറക്റ്റ് 28 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ സെക്കൻഡ് ഡോസിന്റെ ഡേറ്റ് വന്നു. പക്ഷെ ഇപ്പൊ ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 1.5 മാസം കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഡോസ് തരൂളെന്നാണ് പറയുന്നത്. ആ 1.5 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ആണ് ഇപ്പൊ ഇന്ന് നിലവിൽ എനിക്ക് സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഹെൽത്ത് അതോറിറ്റിയിൽ നിന്ന്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഇതിനുള്ള ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ ഇപ്പം ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന ആർക്കെങ്കിലും ഒന്ന് ഒരു അഭിപ്രായം പറയാൻ പറ്റുവാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. ഡോക്ടർ റെജിയാണ്. ഞാൻ ഒരു അഭിപ്രായം പറയട്ടെ. കേൾക്കാം. താങ്കൾ ഇപ്പൊ എടുത്തേക്കുന്ന വാക്സിൻ എവിടുത്തെ വാക്സിനാണ് എടുത്തേക്കുന്നത്? UAE ദുബായിൽ നിന്ന് ഇന്ത്യയുടെ മറ്റേ ഓക്സ്ഫോർഡ് നമ്മുടെ പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാക്സിൻ. അതായത് ഇന്ത്യൻ വാക്സിൻ ആണ് എടുത്തേക്കുന്നത്? അതെ.
ആ സെയിം വാക്സിൻ തന്നെ വേണം താങ്കൾ എടുക്കാൻ. ഇച്ചിരി താമസിച്ചെന്ന് പറഞ്ഞാൽ ഈ താമസിക്കുന്നതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഈ ആന്റിബോഡി പ്രൊഡക്ഷൻ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടാണ് ഈ സെക്കൻഡ് ഡോസ് വരുന്നത്. അതിപ്പോ ഒരാഴ്ച വല്ലതും താമസിക്കുന്നുണ്ടൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും 1, 2, ഈവൻ 3 ആഴ്ച താമസിക്കുന്നുണ്ടൊന്നും വരത്തില്ല. മേ ബി ചിലപ്പോൾ ആന്റിബോഡി പ്രൊഡക്ഷൻ ചിലപ്പോൾ കുറച്ച് കുറഞ്ഞെന്ന് വരാം, അല്ലാതെ വേറെ സൈഡ് എഫക്ട്സോ കുഴപ്പങ്ങളോ ഒന്നും വരുന്നതല്ല. ഓക്കെ, പക്ഷെ ആ സെയിം വാക്സിനെ താങ്കൾ എടുക്കാവോ, അത് ഓർത്തോണം. അതെ അതെ. ഓക്കെ, നമുക്കിത് ഞാനിവിടെ ഇത് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ ആ സെയിം വാക്സിൻ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, സെക്കൻഡ് ഡോസ് കൊടുക്കുന്നത്. പക്ഷെ അവർ ആദ്യം തന്നിരിക്കുന്നത് 28 ദിവസം കഴിഞ്ഞിട്ട്, അതായത് ഈ ഫെബ്രുവരി 16-ാം തീയതി നമ്മൾ ഫസ്റ്റ് ഡോസ് എടുത്തു. അപ്പൊ തന്നെ നമുക്ക് മെസ്സേജ് വന്നത് സെക്കൻഡ് ഡോസ് മാർച്ച് 6-ന് എടുക്കണം എന്നായിരുന്നു. പക്ഷെ ഇന്നലെയും കാലത്തുമായിട്ട് എനിക്ക് മെസ്സേജ് വരുന്നത് അടുത്ത വാക്സിൻ ഏപ്രിൽ 17-ാം തീയതിയെ തരുള്ളൂ എന്നാണ്. അതായത് നമ്മൾ ചിലപ്പോൾ അതിന്റെ വാക്സിൻ പ്രൊഡക്ഷനോ എന്തെങ്കിലും കാലതാമസം നേരിട്ടുകൊണ്ടായിരിക്കാം. അതിപ്പോ നമ്മളത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നും വരത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ചിലപ്പോ കറക്റ്റ് ഒക്കെ ഇവര് വെച്ചേക്കുന്ന ഈ പല സ്റ്റഡിക്കകത്തും ഈ എന്തുമാത്രം ആന്റിബോഡീസ് ഇന്ന ഡേറ്റിൽ വരുന്നു എന്നുള്ളത് നോക്കിയാ അതിന്റെ അകത്ത് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ വരാം, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അത് അറിഞ്ഞതിൽ വളരെ സന്തോഷം. Thank you so much, Dr. Reji, for clearing his doubt. എനിക്കറിയാം ഇനിയും ഒത്തിരി സംശയങ്ങൾ നമുക്ക് ഇനിയും ബാക്കിയാണ്. അപ്പോ ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടർ റെജി വിൽ ബി വില്ലിംഗ് ടു ആൻസർ യുവർ ക്വയറീസ്. ഞാനിവിടെ ഗ്രൂപ്പ് ചാറ്റിൽ ഡോക്ടർ റെജിയുടെ ഫോൺ നമ്പർ ഇവിടെ എൻട്രി ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ മേക്ക് എ നോട്ട് ഓഫ് ദാറ്റ്. ഇപ്പോൾ ഡോക്ടർ റെജി നാട്ടിലാണ് ഉള്ളത്. ഡോക്ടർ വന്നതിന് ശേഷം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. സോ ഇഫ് എനി ക്വയറീസ് ആർ ദേർ യു ക്യാൻ കോൺടാക്ട് ഹിം. So with that, we have come to the close of today's session. Namodappam Mr. Hari Nambudri. Thank you so much for joining, Mr. Hari Nambudri. Okay, Dr. George Jacob phone number entry ചെയ്തിട്ടുണ്ട്. So thank you, Dr. George Jacob. Doctor ഇവിടെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ you can make a note of the phone numbers. Thank you so much. So it's time to wrap up today's session. We hosted the program with a purpose, and I'm sure that it is served. And we carry with us some insightful takeaways. The whole world is going through challenging times. We know that, and we are sailing through that boldly. May the Almighty take care of each one of us. Let us all sincerely pray for beautiful mornings with no threat of COVID or losses. May God bless each one of us and our families. Stay safe. Thank you all and have a wonderful evening. Thank you, Asha. Thank you so much. Thank you. നമ്മൾ 3 മിനിറ്റ് കൂടുതൽ എടുത്തു, 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് തുടങ്ങി. അടുത്ത പ്രാവശ്യം 5 മിനിറ്റ് ലേറ്റ് ആവാതിരിക്കാനായിട്ട് എല്ലാവരും നേരത്തെ വരണം. Thank you so much. Thank you. Good. Okay. എല്ലാവരും അവസാനമായി നമ്മുടെ ദേശീയ ഗാനം. All please stand up. हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगल दायक जय हे भारत भाग्य. Thank you. കേട്ടിരുന്നില്ലേ? പ്ലേ ചെയ്തിരുന്നില്ലേ? ലാസ്റ്റ് വന്നില്ല, ഞങ്ങള് മനസ്സിൽ ചൊല്ലിയിട്ടുണ്ട്. ആണോ? ഞാൻ വിചാരിച്ചു കേക്കില്ല എന്ന് വിചാരിച്ചു. നിങ്ങൾ എന്തൊക്കെയോ പറയുന്ന പോലെ തോന്നി. അതെന്താ ഒടുവിലത്തെ 2 ലൈൻ വിഴുങ്ങിക്കളഞ്ഞേ? അത് എന്തൊക്കെയോ സന്തോഷം അവിടെ പറയുന്നത് തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു കേൾക്കുന്നില്ലെന്നാ. അത്രേ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഞങ്ങളെല്ലാം ചൊല്ലി. ക്ലോസ് പ്രസിഡന്റ്. അപ്പൊ നമുക്ക് രണ്ടായാലും വളരെ ആരോഗ്യകരമായ സെഷൻ ആയിരുന്നു. വളരെ നമുക്ക് ആ ടൈം ഫ്രെയിമിൽ തന്നെ ചെയ്തു തീർക്കാൻ സാധിച്ചു. അതാണ് ഏറ്റവും വലിയൊരു നേട്ടം. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് നമുക്കിത് വളരെ നല്ല രീതിയിൽ നമ്മള് ഡോക്ടർ ജോൺസ് ആയാലും നമ്മുടെ ഡോക്ടർ റെജിയൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു സെഷൻ ആയിരുന്നു. നമുക്ക് ഇനിയും ഇത്തരത്തിലുള്ള ചർച്ചകളുമായിട്ട് നമ്മൾ കൊണ്ടുപോകാം. എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കട്ടെ. എല്ലാവരോടും ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ വാക്സിനേഷൻ എടുക്കണം. തീർച്ചയായിട്ടും അത് എടുത്തു കഴിഞ്ഞാൽ
പാർശ്വഫലങ്ങൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വാക്സിനേഷൻ എടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ സെഷൻ തീർന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഡോക്ടർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. താങ്ക് യു. ഉണ്ടായിരുന്നു ഇവിടെ. ഹായ് ബിജു. അല്ല, ഞാൻ ഡോക്ടറെ എടുത്താ എപ്പോഴാ എത്തുന്നത് ഡോക്ടറെ? ഞാൻ ഒരാഴ്ച കൂടെങ്കിലും എടുക്കും. ഉഷാറായല്ലോ അല്ലേ? ഉഷാറല്ലേ? അടിപൊളി ഉഷാറല്ലേ? അത് മതി. നിങ്ങളാരും നമുക്കൊരു കല്യാണം ആലോചിക്കുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ റെഡിയാക്കി തരാം. അല്ല, ഞാൻ പറഞ്ഞേ, ആൾക്കാർ പറയാൻ കോവിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും കൊള്ളത്തില്ല. നമ്മുടെ ആ ഇതൊക്കെ മാറി. ഇല്ലില്ല, നല്ല ഉഷാറ പയ്യനെ പോലത്തെ സകലകല വല്ലഭനായിട്ട് നിൽക്കുക. അതെ അതെ, നമ്മൾ ഷാവളിക്ക പോലെ. അല്ല, ആദ്യത്തെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഫെർട്ടിലിറ്റിക്ക് പ്രശ്നമൊന്നും ഇല്ല. അതെ, ഷാവലിക്ക നമ്മളെ പ്രചോദനം. ഇല്ല, ഞാനാണെന്നുണ്ടെങ്കിൽ ഈ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്ത് ആ സമയത്തിന്റെ ബുക്ക് ചെയ്ത് ഏകദേശം എടുത്തിട്ടപ്പോ 1 മാസമായി. 2 ഡോസും എനിക്ക് ഫൈസറാ കിട്ടിയത്. 2 ഡോസ് കഴിഞ്ഞിട്ടപ്പോ 1 മാസമായി. അപ്പോഴത്തൊട്ട് ഞാൻ എല്ലാവരുടെയും പറയുന്നുണ്ട് ഈ വാക്സിൻ യാതൊരു പാർശ്വഫലവും ഇല്ല. ഫൈസർ കിട്ടെങ്കിൽ യു ആർ ലക്കി. എനിക്ക് തോന്നി നമ്മള് ഒഫീഷ്യലായിട്ട് പറയുന്നത് ശരിയല്ല എങ്കിലും ഈ ഇത്രയും വാക്സിനിൽ എന്റെ അഭിപ്രായത്തിൽ ഞാൻ തിരക്കെടുത്തോളം നല്ലത് ഫൈസർ ആണെന്നാ കേട്ടത്. അല്ലെ, ഞാൻ 2 കാരണമാണ് 60+ അതുപോലെ മക്കൾ ഡോക്ടേഴ്സ് ആയിട്ട് അവരെ പരിഗണന വെച്ചോണ്ട് ഞങ്ങൾക്ക് ആദ്യം വാക്സിനേഷൻ ദുബൈ എടുക്കാനും പെർമിഷൻ കിട്ടിയായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങള് ഇത് പിന്നെ ഫൈസറിന്റെ ബുക്ക് ചെയ്തു. ഇത് എല്ലാവർക്കും എന്റെ 24 ഇയേഴ്സ് ഉള്ള മകന് വരെ കിട്ടി. ഞങ്ങളെ കുടുംബത്തിലെല്ലാം അത് ഫൈസർ വാക്സിനേഷൻ എടുത്തു. ഇപ്പം ഇന്ന് 1 മാസം തികയും ചെയ്തു 2 ഡോസ് കഴിഞ്ഞിട്ട്. ആർക്കും യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല. പിന്നെ എന്റെ ഡോക്ടറിലെ ആണെന്നുണ്ടെങ്കിൽ ഈ സിനോഫ എടുത്തിരുന്നത് അവർക്ക് നാട്ടിൽ ചെന്നപ്പോൾ അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് അത് നെഗറ്റീവ് ആയി. ഈ സൺഡേ തൊട്ട് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ ഷാൽക്കയുടെ ഒരു ആന്റിബോഡി ടെസ്റ്റ് ഒന്നും ചെയ്ത് നോക്കി, എന്തുമാത്രം ആന്റിബോഡി അല്ല, ഞാൻ ഡോക്ടറുടെ പറയുന്നത് മോനോടെ റാഷ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന അവന്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവൻ ഫൈസർ എടുത്ത 400+ വന്നു അവൻ ആന്റിബോഡി. കാരണം നല്ലതെന്ന് പറഞ്ഞാൽ അവൻ ജിമ്മിലും എല്ലാം പോകും. അവനെ ഓർത്തോണ്ട് അവിടുത്തെ സർജനാണ്. അപ്പോ അവനെ അവിടെ റാഷ് ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ 400+ അത്ര വരെ ഉള്ളെന്ന് പറഞ്ഞു. അതിനപ്പുറം പിന്നെ ടെസ്റ്റ് റിസൾട്ട് കാണിക്കുന്നില്ല. ഫൈസർ എടുത്തത്. ദുബൈ ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കും വൈഫിനും മോനും ഇളയ മോനും എല്ലാവർക്കും ഫൈസർ കിട്ടി. നമ്മുടെ ഡോക്ടർ, നമ്മുടെ ഷാർജ വൈസ് പ്രസിഡന്റ്, ഷാർജ പ്രൊവിൻസിന്റെ വൈസ് പ്രസിഡന്റ് റെജി 2 ഡോസും കഴിഞ്ഞാണ്. 20 ദിവസം കഴിഞ്ഞ് പുള്ളിക്ക് ഇതിന് പോസിറ്റീവ് ആയിട്ടുണ്ട്. അല്ല, അത് വരും, അങ്ങനെ വരും. അത് കാരണം ഇത് നമ്മുടെ ഉണ്ട്. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ നേട്ടം എന്താ അറിയാ, മൈൽഡായിട്ട് വരുത്തുണ്ടോ. മറ്റേ ഇത് കൂടുതൽ ഇങ്ങനെ ഓക്സിജനോ അല്ലെങ്കിൽ വെന്റിലേറ്റർ ഒന്നും പോകേണ്ടി വരത്തില്ല. അവന് വളരെ മൈൽഡായിട്ട് അല്ലേ ഡോക്ടർ? അങ്ങനല്ലേ? അതെ 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 അതെ. നമുക്ക് പിന്നെ വരുന്ന ഇൻഫെക്ഷൻ വളരെ മൈൽഡ് ആയിരിക്കും. നമ്മുടെ ഡോക്ടറിലേക്കാണ് യാതൊരു ലക്ഷണവും ഇല്ലായിരുന്നു. അവര് ഇത് യാതൊരു പ്രയാസവും ഇല്ലായിരുന്നു. അവർക്ക് പഴയതുപോലെ ആയിരുന്നു. പൊടി കഴിക്കാൻ വേണ്ടിട്ടാണ് മേടിച്ചത്. വേറെ ഇല്ല. അപ്പം എല്ലാവരോടും ഗുഡ് നൈറ്റ്. താങ്ക്സ് ഫോർ. അല്ല, അപ്പൊ പോസിറ്റീവായ 2ാമത് വാക്സിൻ എടുക്കണോ? വേണ്ട. ആന്റിബോഡി അവർക്ക് ആന്റിബോഡി ആൾറെഡി വന്നു കഴിഞ്ഞു. ഇനി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു ഡോക്ടർ. പുതിയ വാക്സിൻ അഡ്വൈസറി കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് ഇപ്പോ 20 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഒരു പുതിയ വാക്സിന്റെ അഡ്വൈസറി കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് ഇപ്പോ ജോൺസൺ കമ്പനിയുടെ 20 മിനിറ്റ് കഴിഞ്ഞിട്ട്. അതെല്ലാവർക്കും ജോയിൻ ചെയ്യാം. യൂട്യൂബിൽ കാണും അത് വാക്സിന്റെ ഫുൾ അഡ്വൈസറി കമ്മിറ്റി. ഇത് FDA യൂട്യൂബ് എന്ന് അടിച്ചാൽ കിട്ടും. Everybody can join and hear the first hand the responses from the patients. All the best. Bye. Okay, bye. Shalika, doctor. Thank you. കേട്ടത്തോടെ കാണുന്നില്ല. സന്തോഷ് ജി. സന്തോഷ് ജിയോടെ സന്തോഷ് കാണുന്നില്ലല്ലോ. കേട്ട അല്ല, പോയി കാണോ. നമ്മുടെ മീറ്റിംഗ് ഇപ്പൊ ഔദ്യോഗികമായിട്ട് കഴിഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഡോക്ടർ എന്തായാലും നമ്മളെ ജേക്കബ് വർഗീസ് വന്നിരുന്നു. വളരെ സന്തോഷമായിരുന്നു നമ്മൾ അദ്ദേഹത്തിന് വന്നതിൽ. കാരണം അദ്ദേഹം നമ്മുടെ AKGM-ന്റെ പ്രസിഡന്റ് കൂടിയാണ്. ഡോക്ടറെ റാസൽ ഗെയിമിൽ മീറ്റിംഗ് പോയി പരിചയപ്പെട്ടിരുന്നു. ഡോക്ടർക്ക് എന്നെ ഓർമ്മ ഉണ്ടോന്ന് അറിയത്തില്ല. ഡോക്ടർ ഉണ്ടോ? പോയോ ഡോക്ടർ? ഡോക്ടർ പോയി.
അല്ല ഇവിടെ കണ്ടല്ലോ ഇപ്പൊ. ഉണ്ടായിരുന്നു. ഓക്കെ, ഞാനും ബൈ ബൈ ബൈ. ഓക്കെ, ബൈ 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 ബൈ. മീറ്റിംഗ് ഔദ്യോഗിക പ്രസിഡന്റ്. പ്രസിഡന്റ് ഒന്ന് തിരിച്ചു വിട്ടിട്ടില്ലേ മീറ്റിംഗ്? പിരിച്ചു വിട്ടു. പിന്നെ നമ്മൾ ഇത് ഇവിടെ വെറുതെ ഇരുന്ന് സംസാരിക്കുന്ന മാത്രമേ ഉള്ളൂ ഇപ്പൊ. മറ്റേ ആറൊക്കെ ആള് നാട്ടിൽ തന്നെയാണ് കേട്ടോ. ഇപ്പൊ ഉച്ചക്കനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ അറിഞ്ഞായിരുന്നു. വേറെ തന്നെ ഒരു കാര്യത്തിൽ പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ നാട്ടിലെ അറിയാൻ തരണേ. അതിന്റെ ഉണ്ട്. എന്നെ ഇപ്പൊ വിളിച്ചായിരുന്നു 1 അരമണിക്കൂർ അയാള്. ഒന്ന് തരികയാണെങ്കിൽ ഞാൻ മറ്റേ കൃഷ്ണമാനെ കൊടുത്തോളാം. പുള്ളി വിളിച്ചു. ഞാൻ വിളിക്കാം. ഓക്കെ, വാട്സാപ്പ് ഇട്ടുതരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. ഓക്കെ. ഹലോ. യെസ്. അപ്പോ റാണി കഴിഞ്ഞോ? ഇപ്പൊ റാണി കഴിഞ്ഞില്ലേ? ഷാൽഖാന്റെ അല്ലേ? ഓക്കെ, താങ്ക് യു. താങ്ക് യു.